വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് DS ഇറേ. അതെ. ഇന്ന് നമുക്കൊരു ഒരു ഗസ്റ്റും കൂടെ ഉണ്ട് ഇന്ന്. ആം, അതെ, വെൽക്കം പൈ ടു അവർ എപ്പിസോഡ്. വെൽക്കം പൈ. Hey guys. അതെ, ഡയസറ കണ്ടപ്പോ അവസാനം എന്നുവെച്ചാ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇഷ്ടപ്പെട്ട് വന്നിട്ട് അവസാനം പെട്ടെന്നൊരു കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ പൈയുടെ അടുത്താണ് ലൈക്ക് എപ്പോഴും വിളിച്ചിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യണം സിനിമ. അപ്പൊ ഞാൻ അവന്റെ ചോദിച്ചു, "എടാ, എന്താണ് അവസാനം സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോ ചേട്ടാ അതിനകത്ത് അവിടെയാണ് ശരിക്കും കഥ സ്റ്റാർട്ട് ചെയ്യണേന്ന്." അപ്പൊ ഇങ്ങനെ അപ്പൊ അതാ ഇവിടുന്ന് അന്നാ നമുക്കൊരു പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ, നമുക്ക് കോളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഈ കോളിന്റെ ഈ ഡിസ്കഷന്റെ മെയിൻ സാധനം തുടങ്ങിയത്. അപ്പൊ പറയൂ, എന്താണ് ഡൈസറുടെ ക്ലൈമാക്സ് സംഭവിച്ചത്? അയ്യോ, ഏതൊക്കെ എനിക്ക് തോന്നുന്നു റൈറ്റേഴ്സ് ഇന്റൻഷൻ ഒക്കെ പറയില്ലേ, അതില് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ അവർ ഉദ്ദേശിച്ചത് ഈ സ്പിരിച്വൽ വേൾഡിലുള്ള രണ്ടുപേരുടെ ഇന്ററാക്ഷനും അതില് ഇവിടുത്തെ ഫിസിക്കൽ വേൾഡുമായിട്ടുള്ള അവരുടെ കണക്ഷനും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. അപ്പൊ സ്റ്റോറി ടെല്ലിംഗ് പോയത് ഈ പറഞ്ഞ പോലെ ഒരു വുമണൈസർ, പിന്നെ അയാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളതായതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ വന്നത്. അത് നല്ലത് തന്നെയായിരുന്നു, നല്ല ഇന്റന്റ് ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ കുറച്ച് കുറഞ്ഞു പോയത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് വ്യൂവിൽ കിട്ടി. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്റെ പാർട്ട്ണർ ആയാലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ, ഭയങ്കര ജോർഡൻ പീൽ ഹൊററിന്റെ അടുത്തൊന്നും വലുതായിട്ട് എക്സ്പോസ്ഡ് ആവാത്ത, അല്ലെങ്കിൽ ആരിയാസ്റ്റോടെ ഒക്കെ ഹൊററൊക്കെ ഇല്ലേ, മിഡ്സോമർ ഒക്കെ കിട്ടാൻ പാടാണല്ലോ. അതെ അതെ. അല്ല, ഇതിനകത്ത് കാണുമ്പോഴും നമ്മുടെ ഈ ബ്രദർ ആക്ച്വലി ആക്സിഡന്റ് ആവുന്ന സമയത്ത് മറ്റേ ഹെർഡിറ്ററിയുടെ കുറച്ച് സാധനങ്ങൾ വരണുണ്ടല്ലോ. ആ ഒരു ഹോണ്ടിങ്നെസ്സും പരിപാടിയും. അല്ല, അത് ഇംപ്രസീവ് സീൻ തന്നെയായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. പക്ഷെ ആർക്കും എന്തിനാണ് അവൻ ചാടിയതൊന്നും മനസ്സിലായില്ല. ഇപ്പത്തെ സിനിമയിൽ ഇത് വെച്ചിട്ട് നമുക്ക് ആകെ റീഡ് ചെയ്യാൻ പറ്റിയ ഈ പറഞ്ഞ പോലെ ഷൈന്റെ പ്രേതത്തിന്, അതായത് ഫിലിപ്പിന്റെ പ്രേതത്തിന് ഇവളോട് ഭയങ്കര പ്രണയമായിരുന്നു. അപ്പൊ അവളെ പറ്റി മോശം ഒരാൾ പറഞ്ഞപ്പോ എടുത്ത് താഴേക്ക് ഇട്ടു എന്നുള്ളതാണ് ബേസിക് റീഡിങ് വരുന്നത്. പക്ഷെ അതിനൊരു പാസ്റ്റ് ഉണ്ട്, അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതിക്ക് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. ഈ ഡയറക്ടർ ഏതോ ഇന്റർവ്യൂല് പറഞ്ഞതുപോലെയാണ് ഞാൻ കേട്ടത്. ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. അതിലെന്താന്ന് വെച്ചാല് ഈ വേലക്കാരി ശരിക്കും ഇവന്റെ ഇഷ്ടം അവളുടെ ഫാമിലിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും, പിന്നെ അവര് സമ്മതിക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഔട്ട് ഓഫ് ദാറ്റ് നമ്മുടെ കഥയിൽ നിൽക്കുകയാണെങ്കിൽ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ലോജിക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവൻ കരയുന്നില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ചേച്ചിയോട് വലിയ ഇഷ്ടമല്ല, എന്തൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ നിന്ന് അവളെ പറ്റി അങ്ങനെ റോങ് പറഞ്ഞപ്പോ അവരെടുത്ത് താഴേക്ക് ഇട്ടു. ഒബ്വിയസ്ലി അത് ഫിലിപ്പിന്റെ ക്യാരക്ടർ ചെയ്യും, കാരണം ഫിലിപ്പിന്റെ സോള് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സംഭവം എന്താ വെച്ചാല് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഥ ഒരു സിനോപ്സിസ് പറയുകയാണെങ്കിൽ ഒരു രണ്ട് പ്രേതം, രണ്ട് ആത്മാക്കൾ. അതില് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാളുടെ ഭയങ്കര പ്രണയം, അയാൾക്ക് തൊട്ടടുത്ത വീട്ടില് കുട്ടിയോടുള്ള, അവിടെയാണ് ഇയാളുടെ അമ്മയും ജോലിക്ക് നിൽക്കുന്നത്. അയാൾക്ക് ഉണ്ടായിരുന്ന ഇഷ്ടം ഇവിടുത്തെ നമ്മൾ ഫിസിക്കൽ വേൾഡിൽ ജീവിക്കുമ്പോൾ പുറത്തു പറയാൻ പറ്റിയിട്ടില്ല. അയാള് ക്യാൻസർ ഒന്നും മരിക്കാൻ കിടക്കുകയാണ്. ഫോർ സം റീസൺ ഈ കുട്ടിയും മരിച്ചുപോയി. ചിലപ്പം അതെന്താണെന്ന് അറിയില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യണം തന്നെ ഇല്ല. ചിലപ്പോ ആ കുട്ടി ആത്മഹത്യ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ എന്തായാലും ഒരു ദുർമരണമാണ്. എന്നിട്ട് നമുക്ക് ആദ്യം മനസ്സിലാവും.
അപ്പൊ ആ വേൾഡിലൂടെ കണക്ട് ചെയ്യാൻ നോക്കുമ്പോ അവൾക്ക് ഇവിടുത്തെ ഡിസയർ തീരാതെ ഇവിടുത്തെ വേൾഡിൽ തന്നെ ഉണ്ടായിരുന്ന ഭയങ്കര ഡിസയർ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ കൂടെ തന്നെയാണ് അവൾ അപ്പോഴും. അത് ഉം, മറ്റേ ആൾക്ക് ഇഷ്ടാവുന്നില്ല. ഉം. ഈ ഫിലിപ്പിന്റെ പ്രേതത്തിന് ഇഷ്ടാവുന്നില്ല. ഓ ഓക്കെ. അപ്പോ ഫിലിപ്പിന്റെ പ്രേതം ഇയാളെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. പക്ഷെ അയാളത് ഐഡന്റിഫൈ ചെയ്യണം ഇങ്ങനെ ഒരു പ്രേതമാണുള്ളത്. പക്ഷെ ആ സമയത്ത് ഈ നായികയുടെ പ്രേതം അവിടെ ഇല്ല. അപ്പൊ അവിടെ പ്രസൻസ് അപ്പൊ കാണിക്കുന്നില്ല, ഇയാള് ഓ വരും. ഓക്കെ ഓക്കെ മനസ്സിലായി. അങ്ങനെ ആ ഫിലിപ്പ് ഇയാളെ ഇത് ചെയ്യും. അങ്ങനെ ഇയാളത് ഓ കണ്ടുപിടിക്കും. അടുത്തൊരു നമ്പൂതിരി വരികയും ഉം, ആ നമ്പൂതിരി ഇങ്ങനത്തെ കുറച്ച് ഇതാണ് ഇയാളെ ഇവിടെ ഫിസിക്കൽ വേൾഡിനെ, അതായത് ഇയാളുടെ അമ്മ ഓരോന്ന് കട്ടുകൊണ്ട് പോയി ഉം, ഒക്കെ ചെയ്യുമ്പോ ഉം. ആ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ പഴയ ഉപനിഷത്തുകൾ എല്ലാത്തിലും ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിന് തന്നെ കുറെ റീഡിങ്ങിലുള്ള സാധനമാണ്. ഇതൊരു ഉം, ഫസ്റ്റ് വേൾഡ് ആണ്, ഇനിയും ഉം. ട്രാവൽ ഉണ്ട്, ഓ നമ്മുടെ സ്പിരിറ്റ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഈ ഉം, ഒരു ഇതിനകത്ത് നമുക്ക് ഇല്ലാത്തൊരു സാധനം നമ്മുടെ മെമ്മറിയാണ്. നമ്മുടെ ഉം, മെമ്മറി ലോസ്റ്റ് ആയിട്ടാണ് നമ്മൾ സോളിലേക്ക്, ബോഡി ഫിസിക്കൽ സോളിയുടെ സോളിലേക്ക് കയറുന്നത്. ആ, അതിന് ഇവിടുന്ന് പോകുമ്പോ ആ ഈ ഓർമ്മകൾ ചിലപ്പോൾ ക്യാരി ചെയ്യാം, ചിലപ്പോൾ ക്യാരി ചെയ്യാണ്ടിരിക്കാം. ഉം, മോസ്റ്റ്ലി ഇപ്പത്തെ ഒരു റീഡിങ്ങിൽ ക്യാരി ചെയ്യും എന്നുള്ളതാണ് പറയണേ. ഉം, ഇതിനു മുമ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഇതൊരു തുടക്കം മാത്രം എന്നാണ് ഫിലിപ്പ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ കുറെ ബൈബിളിലില്ലാത്ത ഉം. കുറെ വചനങ്ങൾ. പ്രാർത്ഥനകളൊക്കെ വെച്ചിട്ടാണ് ഇയാൾ ഇവിടെ നിൽക്കുന്നത്. ഉം, അതിനെ ഇയാൾ ബ്രേക്ക് ചെയ്യാണ്. അങ്ങനെ അയാൾക്ക് ഇവിടുന്ന് മോക്ഷം കിട്ടി മറ്റൊരു വേൾഡിലേക്ക് പോവാണ്. ഉം. ആ ഇരിക്കുന്ന ലാസ്റ്റ് ക്രിമേറ്റ് ചെയ്യുന്നതാണ് ഈ തീയിലേക്ക് എറിയുന്നതും പോകുന്നതും ആ, ഒക്കെ. ആ. അപ്പോഴും അവള് പോയിട്ടില്ല ഉം. എന്നുള്ളതാണ് ലാസ്റ്റ് കാണിക്കണേ. ഓ, പക്ഷേ ആ മോക്ഷം കിട്ടിയത് ഈ ക്യാരക്ടറിന് മാത്രമേ ഉള്ളൂ, അതായത് ഇവൾക്ക് ഫിലിപ്പിന്. മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അവളുടെ പക്ഷേ മോക്ഷം കിട്ടിയത് അവൾക്കാണോ അതോ അവനാണോ? ഫിലിപ്പിനാണ്. ഫിലിപ്പിന്. ഫിലിപ്പിനാണ്. അപ്പൊ അവള് ആ, സ്റ്റിൽ ഫിലിപ്പ് എക്സിസ്റ്റിംഗ് ആണ്. സ്റ്റിൽ ഉണ്ട്. ഓക്കെ. ഓ യാ, അത് കറക്റ്റ് ആയിട്ട് ആ സാധനം ഡയറക്റ്റ് അവർക്ക് പറയാമായിരുന്നല്ലോ. അതായിരുന്നു ഇന്റൻഷൻ എങ്കിൽ അല്ലേ? അതെ. ഡയറക്റ്റ് പറയരുത്. ഇപ്പൊ ഇങ്ങനെ ചെയ്തത്, ഇപ്പൊ ഇങ്ങനെ നമുക്ക് ഡിസ്കഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തത് തന്നെയാ നല്ലത്. പക്ഷെ ശരിക്കും നമ്മള് അൺലസ് പൈ ഇതിനെപ്പറ്റി ഇങ്ങനൊരു ഇതുണ്ട് എന്ന് പറയണ വരെ സത്യം പറഞ്ഞാൽ ഞാനിപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതിനൊരു ഡിസ്കഷനിലോട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അത് ഈ പറയുന്ന ഒരു രണ്ട് സോള് വേറൊരു ഡയമെൻഷൻ എന്ന് ഇതുപോലെ എന്താ പറയാ, ഒരു എൻവി ഉണ്ട്, ഒരു ലവ് ഉണ്ട്, പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരു വേറൊരു മനുഷ്യൻ ഈ ഡയമെൻഷനിൽ. അതെ. യാ, ഇൻട്രസ്റ്റിംഗ് ആണ്. യാ, അതാണ് കോൺസെപ്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിപ്പോ പറഞ്ഞാലും ഇത് കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടില്ല. ശരിയാ. അപ്പൊ അത് ഇപ്പൊ നമ്മളിപ്പോ ജോർഡൻ പീലൊക്കെ കണ്ടാലും സോമറെ കണ്ടാലും നമ്മുടെ ശ്രദ്ധ കുറയുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തത്. യാ, ശരി. ഇല്ലെങ്കിൽ അവർ കറക്റ്റ് എല്ലാം ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഹൊറേഴ്സ് ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. നല്ല ഹൊറേഴ്സ് എന്ന് പറഞ്ഞിട്ട് പോലും. ഇപ്പൊ ലാർസ് ഫോൺ ട്രയറിന്റെ ഒക്കെ ഹൊറർ, ചില ഹൊറേഴ്സ് എനിക്ക് വർക്ക് ആവാത്ത അതാണ്. നമ്മളിരുന്ന് കുത്തിയിരുന്ന് കണ്ടുപിടിക്കേണ്ട ഒരു, അപ്പൊ അതിനൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്രാന്ത് പിടിച്ച് വർക്കൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന കുറച്ച് ആളുകൾക്ക് കുറച്ച് നേരം എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അവർക്ക് ഇതും കൂടെ ആലോചിക്കാനുള്ള സമയമുണ്ടോ? അപ്പം ആലോചിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ മിസ്റ്ററി ആയിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ കുറച്ച് ആലോചിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഒബ്വിയസ്ലി ഓക്കെ. ഇപ്പൊ അവള് മരിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവര് കൺഫ്യൂസ് ചെയ്യാൻ തന്നെ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും എക്സ്പോസിഷൻസും ഒക്കെ സിനിമയിലുണ്ട്. അത് ഭയങ്കര എനിക്കത് ചിലപ്പോ ആയിരിക്കില്ല, എന്നാലും എനിക്ക് ലേസി റൈറ്റിംഗ് ആയിട്ട് തോന്നുന്നു. ലേസി റൈറ്റിംഗ് അല്ല കേട്ടോ, പക്ഷെ ചിലപ്പോ എഡിറ്റിംഗിൽ എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം. അങ്ങനെ മിസ്റ്റേക്ക് അല്ല, അവർക്ക് കോൺഫിഡൻസ് അല്ല. എനിക്ക് തോന്നുന്ന ഒരു സാധനം എന്താണ്, ഇപ്പത്തെ ഒരു എറയില് നറേറ്റീവ്സ് ബ്രേക്ക് ചെയ്യാനാണ് എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പഴയ 3 ആക്ട് സ്ട്രക്ചറും ലീനിയർ സ്റ്റോറി ടെല്ലിങ്ങും
ഉം. സേവ് ദ ക്യാറ്റും ഒക്കെ ആളുകൾ തന്നെ പ്രൊഡിക്ട് ചെയ്ത് തുടങ്ങി. ചെക്കോവ്സ്കി ഉം. ഒക്കെ വരുമ്പോ ആളുകൾക്ക് അറിയാം ഇത് പൊട്ടുമോ. ഉം. അതെ അപ്പം അപ്പൊ ശരിയാ. അവിടുന്ന് എല്ലാരും ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് ഇപ്പൊ. ഉം. ഉം. ഇപ്പോഴായാൽ പോലും പ്രസ്റ്റീജിന്റെ നറേറ്റീവോ ഫൈറ്റ് ക്ലബിന്റെ നറേറ്റീവിന്റെയോ ടെക്നിക്സ് യൂസ് ചെയ്യാണ്. അതും ഉം. പയ്യെ പയ്യെ ഇനി അത് പോകുന്ന അവർക്ക് അറിയാം. ഇപ്പൊ ഉം. അവർ നിൽക്കുന്ന ഒരു ഡൈലമ പോയിന്റിലാണ്. അതില് ഉം. അവര് ഓക്കെ ഇഫ് ഐ കാൺ കൺവിൻസ് ദം, ലെറ്റ്സ് ജസ്റ്റ് കൺഫ്യൂസ് ദം. അവിടെ നിന്ന് അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ഉം. എന്നുള്ള പോയിന്റിലാണ് നിൽക്കുന്നത്. പക്ഷെ മോസ്റ്റ്ലി എന്താ ഒരു ഒപ്റ്റിമിസ്റ്റിക്കലി സ്പീക്കിംഗ് മേ ബി ഒരു 5 ഇയേഴ്സിൽ വല്ലതും നല്ലൊരു ഫിലിം മേക്കർ വന്ന ഉം. അവിടുന്ന് പിന്നെ നറേറ്റീവ് മാറി തുടങ്ങും. ഇപ്പൊ പോത്തൻ റിയാക്ട് സ്ട്രക്ചർ തന്നെ യൂസ് ചെയ്യുന്നത്, പക്ഷെ ഉം. അതിനൊരു നറേറ്റീവ് ഉണ്ട് ഉം. ഉം. ശരി. എന്തൊക്കെ പറഞ്ഞാൽ. ഉം. അപ്പൊ അങ്ങനത്തെ ഫിലിം മേക്കേഴ്സ്, എക്സ്പ്രഷനിസ്റ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം നമ്മളിപ്പം ഉം. അത്യാവശ്യം കേൾക്കുന്നതും ഇനി Yeah. വരാൻ പോകുന്ന സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന സാധനങ്ങളിലൊക്കെ ഇതാണ്. പക്ഷെ ഇതൊന്നും പറയാൻ പറ്റില്ല. ഐഡിയേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റാണ്. ഉം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കൊണ്ടുവരാന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കുംഭസം പ്രോസസ്സാണ്. ഉം. അപ്പൊ അറിയില്ല. യാ അത് ശരിയാണ്. ഈ എക്സ്പെരിമെന്റ്സ് ഞാൻ ഈ ഇടയ്ക്ക് വേറെ ഏതൊരു ഓഡിയൻസിന്റെ ഏതൊരു ഇന്റർവ്യൂ കേൾക്കാണ്. അപ്പൊ അതിനകത്ത് പറയണ മലയാളം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഓഡിയൻസ് ആണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വാസ്റ്റ് എന്നുവെച്ചാൽ ഒരു പടം എത്രത്തോളം നമുക്ക് എന്താ പറയാ ഇപ്പൊ വിജയിക്കാനുള്ള സാധ്യത ഇത്രത്തോളേ ഉള്ളൂ. അപ്പോ നമ്മള് ആ ഒരു റേഞ്ചിൽ വെച്ച് നമുക്ക് ബഡ്ജറ്റ് പുഷ് ചെയ്യാനും എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയാ ഈ കാന്താര 2ന്റെ കളറിസ്റ്റ് ആരായിരുന്നു? രമേശ് ചേട്ടൻ. ആ രമേശ്. പുള്ളിയുടെ പുള്ളി കളറിസ്റ്റ് ആണ്. പുള്ളിയും ശ്രിക് വാര്യറും കൂടെയാണ് തോന്നുന്നു കളർ ചെയ്തത്. അപ്പോ അപ്പോ പുള്ളിയായിരുന്നു പറയുന്നത് മലയാള സിനിമയിൽ എല്ലാത്തിലും ഒരു ലിമിറ്റേഷൻ ഉള്ളത് ഈ ബഡ്ജറ്റിലാണ്. കാരണം മലയാള സിനിമയ്ക്ക് ഇത്രേ ഓഡിയൻസേ ഉള്ളൂ. അപ്പൊ ഇത്രേ തിരിച്ച് റിട്ടേൺ കിട്ടുള്ളൂ. അതുകൊണ്ട് അധികം എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒരു കൺസ്ട്രെയിനും കൂടെ എല്ലാ ഫിലിമിൽ ഇപ്പൊ നിൽക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് പറഞ്ഞെങ്കിൽ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ സായ ബേക്കറിന്റെ ഇത് കാണായിരുന്നു. സായ ബേക്കറിന് അധികം വയസ്സില്ല. പുള്ളി ഇങ്ങനെ 21 വയസ്സേ ഉള്ളൂ. പുള്ളിക്ക് വലിയ ചിന്തയോ ഇതൊന്നുമില്ല. പുള്ളി അങ്ങ് സ്ട്രെയിറ്റ് അവേ അങ്ങ് ചെയ്യുക തന്നെയാണ്. അപ്പൊ ആ ഒരു നിഷ്കളങ്കത്വം അല്ലെങ്കിൽ ആ പറഞ്ഞ ഒരു അബ്സേർഡിറ്റി ഉള്ള ഒരു ഡയറക്ടർ വന്നാല് ഇതിനെ പിടിക്കാൻ പറ്റുള്ളൂ എന്റെ തോട്ട്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഈ സെയിലും പിച്ചും പരിപാടികളൊക്കെ കുറച്ചും കൂടെ പ്ലാൻ ചെയ്ത് ഇത് വിജയിക്കാൻ എന്നുള്ളൊരു സാധനം കൊണ്ടുവന്ന് ചെയ്യേണ്ടി വരും. ഇപ്പൊ കൃഷാന്തിന് ഇപ്പൊ ഒരു ഫാൻ ബേസ് ഉള്ള പോലെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാധനം വന്ന് കൃഷ്ണാന്തിന്റെ ഒരു പടത്തിന് ഒരു എക്സ്പെരിമെന്റ് സ്വഭാവം വന്ന് അത് വിജയിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഓണസ്റ്റ്ലി ലെറ്റ്സ് എനിക്ക് ഡൗട്ട് ഇവര് ദ ഡേ ഓഫ് റാത്ത് എന്ന് പറഞ്ഞു. അപ്പൊ അതെന്തുവാ? എനിക്കത് കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ഏത് ഡേ ആയി ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം ഈ പറയുന്ന പോലെ ഫിലിപ്പിന് മോക്ഷം കിട്ടിയ ഡേ ആണോ, അതോ ഇത് തുടങ്ങി ഇതിന്റെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങുന്ന ഡേ ആണോ? എന്താ എന്തിനാ ഉദ്ദേശിക്കുന്നത്? അത് പയ്യുടെ അഭിപ്രായം എന്താണ്? അയ്യോ അതൊക്കെ എന്താ ഒരു റൈറ്റേഴ്സ് പ്രിവിലേജ് എന്നുള്ളതല്ലാണ് ഞാൻ. കാരണം എല്ലാവർക്കും റാത്തുണ്ട്. എല്ലാവർക്കും അവരുടേതായ റാത്തുണ്ട്. ഈവൻ നമ്പൂതിരിക്ക് പുള്ളിയുടേതായ റാത്തുണ്ട്. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിൽ പ്രശ്നം. ഇവനൊരു ആങ്കർ ബോയ് ആണ്, പ്രോട്ടഗോണിസ്റ്റ്. പിന്നെ ഈ പറയണ ഫീമെയിൽ പ്രോട്ടഗോണിസ്റ്റ് ആയാലും അവൾക്കും ഫിലിപ്പിനോട് ആങ്കർ ഒബ്വിയസ്ലി ഉണ്ടാവുമായിരിക്കും. അത് ഇവളുടെ കൂട്ടുകാരിയൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ നോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവരാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കൽ വേൾഡിൽ കണ്ടൊരു പരിപാടി, നടന്നൊരു പരിപാടി. അപ്പം അതുപോലെ ഇയാളുടെ റാത്ത്, ഈ വേലക്കാരിയുടെ റാത്ത്, ആ ചെക്കന്റെ റാത്ത്, ഇങ്ങനത്തെ എല്ലാരെയും റാത്ത് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ആരുടെയാണെന്നുള്ളത് നമുക്ക് ആരുടെയെന്നല്ല, ദ ഡേ എന്നാണ്. അപ്പൊ നമ്മളിപ്പോ ഇതിൽ ഏത് ഡേ ആ ഇവര് ഉദ്ദേശിക്കുന്നത്? അതാണ്. അതിപ്പോ മറ്റേ അയാളുടെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ, പ്രോട്ടഗോണിസ്റ്റിന്റെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഒബ്വിയസ്ലി ലാസ്റ്റ് ദിവസമാണ്, ഫിലിപ്പിനെ പറഞ്ഞു വിടുന്ന ദിവസമാണ്. ഫിലിപ്പിന്റെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ പല രാത്രികളാണത്. പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്ത രാത്രികളായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോ ഇവര് രണ്ടുപേരും മരിച്ച് ആ വേൾഡ് പോയപ്പോഴുള്ള ഡേ ആയിരിക്കാം. അങ്ങനെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴേ അത് വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇനിയിപ്പോ ഇതുപോലെ Yeah. ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സും എല്ലാം കേട്ടിട്ട് ഇവന്മാരെ എന്താ പറയണേ, ഇതൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചില്ലല്ലോ എന്ന് പറയാൻ അറിയില്ല. അല്ല, പക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ലൈക്ക് രാഹുൽ സദാശിവനും പുള്ളിക്ക് എന്തൊക്കെ ഒരു പരിപാടിയുള്ള മനുഷ്യനെന്ന് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ 2 സിനിമകൾ കണ്ടിട്ടാണെങ്കിൽ. അങ്ങനെ ചുമ്മാ പുള്ളി ഒരു അല്ല, ചെയ്ത് ഗുഡ് ഫിലിം വെക്കാന്ന് മേക്കർ, പറഞ്ഞു. ഗുഡ് ഫിലിം അതെ. മേക്കർ. പിന്നെ ഉം. അല്ല, അവസാനമായിട്ട് ഇപ്പൊ അപ്പൊ നമ്മള് ഇത്രയും നമ്മള് ഇങ്ങനെയൊക്കെ പറയുന്നു. ഇപ്പൊ ഒരു എത്ര CR വന്നിട്ടുണ്ടാവും? ഒരു 1 to 2 CR വന്നിട്ടുണ്ടാവും പ്രൊഡക്ഷൻ. മാക്സിമം അതെ. പ്രൊഡക്ഷൻ. അതിന്ന് 88-ലാണ് ഗ്രോസ് ക്ലോസ് ചെയ്തത്. 88-ൽ ഗ്രോസ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെറ്റ് എത്ര കിട്ടിക്കാണും? അതെ അതെ ശരിയാ ശരിയാ. അപ്പൊ അത് ഭയങ്കര വലിയ കാര്യല്ലേ? അതെ, ഫോർട്ടി അതെ. എക്സ് ഈ പറയണ പോലെ ഈ ഹൊററിന് ഒരു സ്പേസേ ഉണ്ടാവാത്ത, അല്ലെങ്കിൽ ഹൊറർ ഭയങ്കര കോമഡി ആയിരുന്ന ഒരു മലയാളം ഇൻഡസ്ട്രിന്ന് അതിനൊരു വേറൊരു ഈ പറഞ്ഞ നമ്മൾ അരിയാസ്റ്ററൊക്കെ കണ്ട് ശീലിച്ച ഒരു ഹൊറർ ടൈപ്പ് പുള്ളിക്കല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു അതെ അതെ ആ ഒരു ഫീലും പരിപാടി. അപ്പൊ അതൊരു വൻ ടേക്ക് ആയിരുന്നു ആ സമയത്ത്. ഭൂതകാലം പോലെ അല്ലെങ്കിൽ ബ്രഹ്മയുഗം പോലത്തെ ഒരു അത് വലിയൊരു ടേക്ക് ആയിരുന്നു. പക്ഷെ പുള്ളി എടുത്തു, അതിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രൂ ആയിട്ട് നിൽക്കുന്നു. ദാറ്റ്സ് ആക്ച്വലി അതിൽ എനിക്ക് ഇഷ്ടമായ പുള്ളിക്ക് ഒരു ഇതുണ്ട്. ഇപ്പം പഴയ നമ്മൾ ഹൊറർ, നമ്മൾ കോമഡി ആയിരുന്നല്ല, ഹൊറർ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എവിടെയോ ഓവർ ആവുന്നുണ്ട് ചില സമയത്ത്, അല്ലെ ചില സമയത്ത് വേണ്ടത്ര വരുന്നില്ല. അപ്പൊ പുള്ളിക്ക് എന്ത് വേണം എന്ത് വേണ്ട, നമുക്ക് ഇപ്പൊ ഹൊറർ സിനിമയിലെ എന്റെ ഒരു ഇതിൽ എപ്പോഴും ഒരു പണ്ട് തൊട്ടേ ഉള്ള ഒരിതാണ്, എപ്പോഴും അവരെ ഏറ്റവും വലിയ ടൂൾ എന്തുവാ, അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ എന്തുവാ? സൈലൻസ് അല്ലെ? ഈ സൈലൻസ് യൂസ് ചെയ്താണ് ഇവര് നമ്മളെ പേടിപ്പിക്കാൻ നോക്കുന്നത്. പിന്നെ ഈ ജംസ്കേഴ്സ്, അങ്ങനത്തെ കുറെ സാധനമുണ്ട്. ജംസ്കേഴ്സ് ഒക്കെ രാഹുൽ സദാശിവൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ അതിട്ട് ഓവറാക്കി കാണിക്കുന്നില്ല. അതല്ലാതെയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഓർത്ത് പേടിക്കാൻ പറ്റും. ഒരു സിനിമ കണ്ടേ നമുക്ക് ഇറങ്ങിയിട്ട് അത് ഓർക്കുമ്പോ നമുക്കൊരു പേടി വരണം. അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു പുതിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് സിനിമകളിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നില്ലായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ ടോട്ടലി ആ സിനിമ നല്ലതാകാത്തോണ്ട് നമ്മൾ വിട്ടുപോയ സിനിമകളൊക്കെ ഉള്ള പോലെ തോന്നി. കാരണം ഇപ്പം നമ്മൾ മലയാള സിനിമ മാത്രം കാണുന്ന ഒരാളാണെങ്കിൽ പണ്ടത്തെ ഏതായിരുന്നു മോശമായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്, പക്ഷെ എങ്കിലും മൂന്നാമതൊരാൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു ഞാൻ ആ സമയത്ത് ഇംഗ്ലീഷ് സിനിമകളൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമ. അപ്പൊ ആദ്യം ആ പെണ്ണുങ്ങളുടെ സീൻ കാണിച്ചു പോയിട്ടാണ് കുറച്ച് കഴിയുമ്പോഴാണ് തിരിച്ച് അപ്പുറത്ത് ഇവരവിടത്തെ ഗോസ്റ്റുകളായിരുന്നു. ഇവരാദ്യം ഗോസ്റ്റിനെ കണ്ട് പേടിക്കുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതായിരുന്നു റിയൽ ആയിട്ട് ആള്, ഇവരായിരുന്നു ഗോസ്റ്റ് എന്ന് മനസ്സിലാക്കി. കോമഡി രീതിയിൽ ആ സിനിമ വന്ന് പോയത്. പക്ഷെ അത് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മൂവിയുണ്ട്, നിക്കോൾ കിഡ്മാന്റെ എന്ന് തോന്നുന്നു. അപ്പൊ അതിനകത്ത് അതിന്റെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഇതാണ്. എനിക്കൊരു ഓൾ ടൈം ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട്. അപ്പൊ ഈ ഓർമ്മയില്ല നമ്മള് മറ്റേ ജയറാമിന്റെ വിന്റർ. എന്റെ മോനെ, അതാണ് മലയാള സിനിമ. പിന്നെ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല ആ സാധനം. ഞാൻ ഇതുവരെ ഫുള്ള് കണ്ടിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൊച്ചിലെ ഇപ്പോഴും കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും അത് അത്യാവശ്യം ഭയങ്കര രസമാണ്. നമുക്കത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോഴല്ലേ 2 to 3 years മുന്നേ ഞാൻ ചുമ്മാ ഇതൊക്കെ ഇനിയിപ്പോ എന്താ, ഞാൻ മറ്റേ എക്സോർസിസ്റ്റ് കണ്ടതാണ്, എന്നെ പേടിപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 20 മിനിറ്റ് തികച്ചു കണ്ടു കേട്ടോ. അത്ര ഇതാണല്ലേ? അത് ഭയങ്കര എനിക്ക് തോന്നുന്നു വിന്റർ. പിന്നെ എനിക്ക് ആക്ച്വലി ഹേ ആം ടോണി കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു. എനിക്കത് ഫുൾ ഇപ്പോഴും നല്ല സിനിമ. എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ. ഈ പറഞ്ഞ ഈ പുള്ളിയുടെ ഒരു തിയറി ഇല്ലേ, നമ്മുടെ ടൈം ബോംബ് എടുത്തിട്ട് അടി വെച്ചിട്ട് ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന രീതിയിൽ. എനിക്ക് അതുപോലെയാണ് ആ പടം ഫുൾ തോന്നി. എനിക്ക് അവസാനം ഈ പറഞ്ഞ പോലെ ഈ പുള്ളി അപ്പോഴും മരിച്ചിട്ടില്ല എന്ന് കാണുമ്പോ ഈ ലാലിന്റെ ആ ഫിഗറും കൂടെ ആവുമ്പോ ഇങ്ങനെ മരിക്കില്ല എന്ന് നമ്മൾ വിശ്വസിച്ചു. അപ്പൊ അതും കൂടെ പോയില്ല ഇനിയും വരും പറഞ്ഞോ. ഇത് ഈ പറഞ്ഞ പോലെ ഹൊറർ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി, അവർക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ദീപു കരുണാകരൻ ഈ പറഞ്ഞ പോലെ വിന്റർ ഭയങ്കര വലിയ ട്രൈ ആയിരുന്നു. പക്ഷെ അത് ഫ്ലോപ്പ് ആയതിനു ശേഷം പുള്ളിക്ക് തിരിച്ചു വരാൻ പറ്റിയ ക്രേസി ഗോപാലനും തേജപായൻ ഫാമിലി എന്നൊക്കെയാണ്. ഇപ്പൊ ലാസ്റ്റ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്നൊക്കെ പറയുന്ന സിനിമ എടുത്ത് അങ്ങനത്തെ രീതിയിലേക്ക് പോകേണ്ടി. പക്ഷെ വിന്റർ അന്ന് ടെക്നിക്കലി ആയാലും എല്ലാ തരത്തിലും നല്ല സൗണ്ട് ഡിസൈൻ വരെ
എം.ആർ. രാധാകൃഷ്ണന്റെ ആദ്യത്തെ പടം എന്താ? സിനിമാറ്റോഗ്രാഫിക്കലിയും ഭയങ്കര അടിപൊളിയാണ്. എല്ലാം പ്രൊഡക്ഷൻ ഡിസൈൻ, പ്രൊമൈസ്, ആക്ടിങ്, പെർഫോമൻസ് ആക്ടിങ് എല്ലാം അതാണ്. സൗണ്ട് ഡിസൈൻ വേറെ രീതിക്ക് പിടിക്കാൻ പറ്റുള്ളൂ, മ്യൂസിക് വേറെ രീതിയിലേ പിടിക്കാൻ പറ്റുള്ളൂ ആ പടം. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു സൗണ്ട് സ്കേപ്പിനെ ഒക്കെ പറ്റി സംസാരിച്ച ആദ്യ സിനിമ അതായിരിക്കും. സൗണ്ട് ഡിസൈനും മ്യൂസിക്കും ഒക്കെ ഒന്നിച്ച് പോയി. എം.ആർ. രാധാകൃഷ്ണന്റെ ആദ്യത്തെ സിനിമ എന്തോ ആയിരുന്നു, അനന്തപത്രം ആ ടൈമില്. അപ്പോ അതിനകത്ത് വില്ലൻ ക്യാരക്ടർ ഉണ്ട്, എന്റെ മോനെ അൺസൈക്കബിൾ. അപ്പൊ അത് ഈ റിലേറ്റബിൾ ഹൊറേഴ്സ് ഒക്കെ വരുന്നുണ്ട് മലയാള സിനിമയിൽ. അപ്പൊ അത് പിന്നെ മൂന്നാമതൊരാളായാലും അപരിചിതനായാലും സക്സസ് ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ പുതുമയായിരുന്നു ആ സമയത്ത്, അന്നത്തെ പുതുമയായിരുന്നു. അപ്പൊ ഹൊറർ അങ്ങനെ തന്നെ കിടന്നിരുന്നോണ്ടാണ് ആരും ടച്ച് ചെയ്യാത്തത്. പിന്നെ അവരൊക്കെ കോമഡീസിലേക്ക് മാറി, VKP കോമഡീസിലേക്ക് മാറി. മൂന്നാമതൊരാളുടെ ഇന്റന്റ് മാറിപ്പോയത് കൊണ്ടാണ്. എന്നാലും ആ സിനിമ ജയിലായിരുന്നു. ഓക്കെ ഫൈൻ. കാരണം അത് ആദ്യത്തെ ഡിജിറ്റൽ സിനിമയാണ് മലയാളത്തിൽ. അപ്പൊ അതിന്റെ ആ ഇന്റന്റിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോ സിനിമ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോ രാഹുൽ ആയാലും ആദ്യം വന്ന് പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടാ വീണ്ടും വന്ന്. അപ്പൊ ഒരു ഗിഗ് ഇൻകം എന്തെങ്കിലും ഉള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫിലിം മേക്കിംഗ് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു പട്ടിണിയായി പോകുന്ന ഒരു ജോണർ ആയിരുന്നു ഹൊറർ. ഇനി അത് മാറാൻ രാഹുൽ ഒരു വലിയ കാരണമാവട്ടെ എന്നാണ് സന്തോഷം. അപ്പൊ അതില് വെരി സക്സസ്ഫുൾ മൂവി. ഏത് ബ്രഹ്മയുഗത്തിനെക്കാളും ഭൂതകാലത്തിനെക്കാളും സക്സസ്ഫുൾ ആണ് ആ കാര്യത്തിൽ. ഭൂതകാലത്തിൽ ശരിക്കും ആരാണ് ടേക്ക് എടുത്തത്? സോണി ലൈവ് ആണോ ടേക്ക് എടുത്തത്? സോണി ലൈവിന്റെ ആദ്യത്തെ കുറെ പരിപാടികൾ അടിപൊളി. ഇപ്പോഴും ആക്ച്വലി എനിക്ക് കുറെ ഫിലിം മേക്കേഴ്സ് ഭയങ്കര എക്സ്പെരിമെന്റൽ ആണ്. ഇപ്പൊ എനിക്ക് ചുരുളി പോലും റിലീസ് ചെയ്തത് സോണി ലൈവിലായിരുന്നു. അന്ന് ഈ കോവിഡിന്റെ പ്രശ്നം കൂടെ ഉണ്ടായിരുന്നല്ലോ. ഒരു തിയേറ്റർ റിലീസിന് നമുക്കിപ്പോ വെച്ച് കഴിഞ്ഞാൽ പടം വിജയിക്കണ്ടേ. കോവിഡ് ടൈമില് എത്ര പേര് ധൈര്യത്തോടെ തിയേറ്ററിൽ വന്നിരുന്ന് കാണും, അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ആ സമയത്ത് ഒരുപാട് സിനിമ OTT-യിലും ഇറങ്ങാനുള്ള അവര് ധൈര്യത്തോടെ. അപ്പൊ ആദ്യം അപ്രോച്ച് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു സോണി ലൈവിന്റെ ഇതിനാന്ന് തോന്നുന്നു. അപ്രോച്ച് ചെയ്യുന്നറിയില്ല എങ്ങനെ അതിന്റെ രീതി. സോണി ലൈവിൽ മിക്കപ്പോഴും ആ സമയത്ത് ഈ നല്ല ഇതെല്ലാം കണ്ടുവരുന്നത്. ഭൂതകാലം ആണെങ്കിലും നമ്മള് എന്തോ കാരണത്തിന് ഞങ്ങള് ഞങ്ങൾ ഒരുമിച്ച് കാണാൻ തീരുമാനിച്ചു. TVയില് ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് കാണാൻ തീരുമാനിച്ചു. അതിപ്പോ എല്ലാവരും നോർമൽ നമ്മൾ എല്ലാവരും കൂടെ ഗ്രൂപ്പ് ആയിട്ടിരുന്നിട്ട് ഒരു ഡിസ്ട്രാക്റ്റഡ് വ്യൂയിങ് ആണെങ്കിൽ നമുക്ക് അതിലെ ടെക്നിക്കൽ ആ ഒരു ബ്രില്യൻസ് മനസ്സിലാകത്തില്ല. ഹെഡ്ഫോൺ വെച്ചപ്പോ എന്ത് മനസ്സിലായി, മൈന്യൂട്ട് ആയിട്ടുള്ള സൗണ്ട് വരെ, സൗണ്ട് ഡിസൈൻ ഒക്കെ ചെയ്തേക്കുന്നതൊക്കെ അത്ര കിടുവാന്ന് നമുക്ക് കേൾക്കും. അതാണ് ആ സിനിമയും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. പിന്നെ ലീഡ് ആക്ടേഴ്സിന്റെ ആക്ടിങ്, ഷൈൻ നിഗം എന്ത് കിടിലൻ ആക്ടറാന്ന് നമുക്ക് ഓരോ ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇഷ്ക് എന്ന സിനിമയില് 2 ഫേസ് കാണിക്കുന്നുണ്ട് ഇയാളുടെ. അതായത് ഫസ്റ്റ് ഹാഫിൽ ഇയാൾ ഒരു രീതിയിലാണ് പോകുന്നത്, പെട്ടെന്ന് സെക്കൻഡ് ഹാഫ് ആയപ്പോ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടിങ്. അതായത് ഒരു പുള്ളി സൈക്കോ ആകുമ്പോഴത്തേക്കും ഇപ്പം ഷൈൻ ടോം ചാക്കോയുടെ ആ ഒരു ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരും. അതല്ലാതെ അതിനെ ക്രോസ് ചെയ്ത് വെക്കുന്ന പോലെ ഷെയ്ൻ നിഗം അവിടെ ആ സെക്കൻഡ് ഹാഫിൽ വന്നു നിൽക്കുന്നു. അത് ബ്രില്യന്റ് ആക്ടിങ് ആണ്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് വരണം പുള്ളി ഇങ്ങനെ. അല്ലാതെ എനിക്ക് തോന്നി RDX വന്നു കഴിഞ്ഞോണ്ടാന്ന് തോന്നുന്നു പുള്ളി കുറച്ച് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പരിപാടിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളി സെയിം ടൈം ആ ഒരു ആക്ടിങ്ങിന്, എന്നാലും ആക്ടിങ് നല്ലതായിരിക്കാം, എന്നാലും ആക്ടിങ്ങിന് കുറച്ചുകൂടി കൊടുക്കുന്ന റോളുകൾ ഇനിയും ചെയ്യണമെന്ന് എന്റെ ഒരു ആഗ്രഹമുണ്ട്. കാരണം അത് നല്ലൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക്. എനിക്കാണ് മലയാള സിനിമ ഭയങ്കരമായിട്ട് പേടിക്കണുണ്ട്. ഈ പറഞ്ഞ ബിഗ് ഗംസ് പോയി കഴിഞ്ഞ് ഇനി ആരെന്നുള്ള സാധനം എനിക്കാണ്. അവരെനിക്ക് തോന്നുന്നു ഈ വർഷം നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാല്. ഞാൻ മോശം സിനിമയായിരിക്കാം എമ്പുരാന് മോശം സിനിമയാണെങ്കിലും ഈ എമ്പുരാൻ കാരണം ഈ വർഷം ഒരുപാട് സിനിമകൾക്ക് ഗുണം ചെയ്തു. എമ്പുരാൻ കഴിഞ്ഞു വന്ന സിനിമകളൊക്കെ ഇന്ത്യയെ ടോട്ടൽ ഒരു റീച്ച് ഉണ്ടാവാൻ ആ സിനിമയ്ക്ക് കാരണമായിട്ടുണ്ട്. പൃഥ്വിരാജിന് നമ്മൾ കുറ്റം പറയാൻ എന്തും ചെയ്യാം. ഞാനാണെങ്കിൽ പരമാവധി ആളെ കുറ്റം പറയാൻ നോക്കുന്ന സമയത്താണെങ്കിലും പുള്ളിയുടെ നല്ല കാര്യം എന്തോ, പുള്ളി നമുക്കൊരു റീച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പുള്ളി അവിടെ എവിടെല്ലാം പോയാ ഈ എമ്പുരാനെ പ്രൊമോട്ട് ചെയ്ത്. അത് കാരണം അടുത്തത് മലയാള സിനിമയിൽ നിന്ന് എന്നൊരു സാധനം എല്ലാരും നോക്കി. തൊട്ടടുത്ത് വരുന്ന എന്തോ തുടരും വന്നപ്പോ അത് അവർക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങി അല്ലെ, ആ ഒരു റീച്ചിലേക്ക്, പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് പതിയെ പാൻ ഇന്ത്യൻ അല്ലാതെ എടുക്കുന്ന മൂവീസ്. അതായത് നമുക്ക് ഡബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ലാംഗ്വേജിൽ അവര് കാണും, സബ് ടൈറ്റിൽസ് ഇട്ട് കണ്ട് അഭിപ്രായം പറഞ്ഞു തുടങ്ങി. അപ്പൊ അതിന് പുള്ളി ഒരു കാരണമായി എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറയാൻ വന്നത് ഷൈൻ ടോം ചാക്കോന് കുറച്ചും കൂടി ലീഡ് ആക്ടറായിട്ട് എല്ലാരും ചിന്തിക്കാൻ തുടങ്ങുന്നതും
എല്ലാം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു ആക്ടർ വേണമല്ലോ. ഈ പറഞ്ഞ ചെയ്യുന്നില്ല. ഫൈറ്റും ഉം. കാര്യങ്ങളും ഈ പറഞ്ഞ ഡാൻസും എല്ലാം ചെയ്യാൻ പറ്റുന്ന പിന്നെ ഒരു ആക്ടർ ഇപ്പൊ ഷൈനിങ് കൊല്ലമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതായിരിക്കും പുള്ളിക്ക് ഉം. അങ്ങനത്തെ കൂടുതൽ റോൾസ് ആൾക്കാർ ചിന്തിക്കാൻ. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നു പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ. ഞാൻ അല്ല ഇങ്ങനെ ഇത് പറഞ്ഞു. പറഞ്ഞു അല്ല നീ പറഞ്ഞു. അല്ല ഇത് നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇതാണ് അച്ചീവ് ചെയ്യേണ്ടത്. ഇപ്പോ ഞാൻ എന്റെ അടുത്ത ഫീച്ചറിലാണ്. ഒരാൾക്കും ആ സിനിമ പ്രൊഡ്യൂസേഴ്സിന്റെ പെറ്റാണ് ആ പടം. പക്ഷെ ഒരു ആക്ടേഴ്സ് അത് കമ്മിറ്റ് ചെയ്യാൻ ഇതില്ല. കാരണം എന്താ വെച്ചാല് ഒരുപാട് ഗ്രൂപ്പുകൾ ഒന്നിച്ച് വരുന്ന ഒരു പടമാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഒരാളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. അതൊരു ഇന്ത്യ പ്രൊജക്റ്റും അല്ല. അതിന് അത്യാവശ്യം നല്ല കുറച്ച് ബഡ്ജറ്റും ഉണ്ട്. ഒരു 5 crores മുകളിൽ ബഡ്ജറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രോട്ടഗോണിസ്റ്റിനെ ആ പ്രോട്ടഗോണിസ്റ്റ് ഉണ്ട് പടത്തിലെങ്കിലും ആ പ്രോട്ടഗോണിസ്റ്റിനെ ഒരു മാർക്കറ്റുള്ള ആക്ടർ വന്നേ പറ്റൂ. പക്ഷെ ആ ആക്ടർ കമ്മിറ്റ് ചെയ്യാത്തതിന്റെ കാരണം പ്രൊജക്ട് ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. പക്ഷെ അയാൾക്ക് ഇങ്ങനെ ഒരു കുറച്ച് മറ്റേ എന്താ ഒരു സ്റ്റണ്ട് സീക്വൻസ് വേണമായിരിക്കും, അല്ലെങ്കിൽ ഒരു സോങ് സീക്വൻസ് വേണമായിരിക്കും. അയാളുടെ സ്ട്രെങ്സ് ഉണ്ടാവും. അയാൾ വിചാരിക്കണ ഓഡിയൻസ് ഇങ്ങനെയാണ് എന്നെ പെർസീവ് ചെയ്യണമെന്നുള്ള അത് തന്നെ കീപ്പ് ചെയ്ത് അത് പിടിക്കണം എന്നുണ്ടാവും. അങ്ങനെ എല്ലാരും ഈവൻ ഞാൻ പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്ത് പോയാൽ പോലും ഇപ്പത്തെ പുതിയ വരുന്ന അവരെ സിനിമകൾ പോലും ഇറങ്ങിയിട്ടില്ല. അവര് പോലും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സ്മാർട്ട് ആയിട്ടുള്ളതില് സ്മാർട്ട് എനിക്ക് കോമൺ സെൻസും ഇന്റലിജൻസും തോന്നിയത് സന്ദീപും അസ്ലനും തന്നെ ഉള്ളൂ. ബീങ് ഹോണസ്റ്റ്. ബാക്കിയുള്ള എല്ലാരും ആക്ടേഴ്സ് അല്ല, വേറെ എന്തൊക്കെയോ ആലോചിക്കുന്നത്. പക്ഷെ അത് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ള ആക്ടിങ്ങോ ഞാൻ അഡോർ ചെയ്തിട്ടുള്ള ആക്ടേഴ്സോ ഒന്നും അങ്ങനെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ജേർണിയിലാണ് ഇപ്പൊ എല്ലാരും ആ റീവയറിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ റീവയറിങ് നടത്തി പൊളിഞ്ഞിട്ടുള്ളവരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉറപ്പായിട്ടും നമ്മൾ കുറെ ആൾക്കാരെ മറന്നു. ഇപ്പൊ ഈവൻ ടയർ 1 പോലും കേട്ടോ, ടയർ 1 ആളുകൾ പോലും ആ റീവയറിങ് വന്നപ്പോഴാണ് താഴേക്ക് പോയത്. ഞാൻ ഒരു ആക്ടർ മാത്രമാണെന്ന് ചിന്തിച്ചപ്പോഴാണ് അവർക്കൊക്കെ സക്സസ് വന്നത്. നമ്മൾ ജയസൂര്യ ഇപ്പൊ സംഭവം നമ്മൾ പുള്ളിയെ മറന്നു ലിറ്ററലി. കാരണം പുള്ളി കത്തനാർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പുള്ളി ഒരു ഓഫ് എടുത്തിട്ട് എത്ര 3-4 വർഷം എന്തായില്ലേ? അതിനു വേണ്ടിയാണോ? ശരിക്കും അതിനു വേണ്ടിയാണ് ഇത്രയും ഗ്യാപ്പ് എടുത്തത്. പിന്നെ അതിനുശേഷം ഒരു പടവും വന്നിട്ടില്ലാന്ന് തോന്നുന്നു. ലിറ്ററലി ഓഡിയൻസ് മറന്നു. ഓഡിയൻസ് ജയസൂര്യ ആരാന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് വീണ്ടും പുള്ളി ഉണ്ടാക്കിക്കൊണ്ട് വരണം. ഇത് അതാണ് ആ ഒരു ടേക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചിലവര് ഇപ്പൊ ഇതേ സമയത്ത് ഈ ജയസൂര്യ എന്ന് പറഞ്ഞ ആക്ടർ പുള്ളിക്കാരൻ നൈസാണ്. അമർ അക്ബർ ആന്റണിയിൽ സൈഡ് റോൾ ചെയ്ത പുള്ളിയാ സ്കോർ ചെയ്തത്. അപ്പൊ ആരാണ് ഫ്രണ്ടിൽ നിക്കണേന്നോ അങ്ങനെയൊന്നും അല്ല എന്നുള്ള എനിക്ക് തോന്നുന്നു. അമർ അക്ബർ എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇന്ദ്രജിത്ത് കേട്ടോ സ്കോർ ചെയ്തത്. അല്ല അതങ്ങനെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ പൈ പറഞ്ഞ പോലെ അത് ആക്ടേഴ്സ് ഇന്റലിജന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ എല്ലാ സ്പേസും അവർ എക്സ്പ്ലോർ ചെയ്യണം. ഈ പറഞ്ഞ ഈ ടോവിനെ അടക്കി ഇങ്ങനെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു. പുള്ളി പ്രഡിക്റ്റബിൾ അല്ലാണ്ടായി തുടങ്ങി. പുള്ളി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ പുള്ളി അഭിനയിച്ച് പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളി വില്ലൻ ആവുമോ അതോ നടനായിട്ട് നിൽക്കുവോ എന്നൊരു പ്രഡിക്റ്റബിലിറ്റി പോയി തുടങ്ങിയത്. ആ പ്രഡിക്റ്റബിലിറ്റി പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ഹൈയും കുറഞ്ഞു തുടങ്ങിയെന്ന് പുള്ളി പറയുന്നത്. അതിനുശേഷമാണ് പുള്ളി ഭയങ്കരമായിട്ട് സ്വിച്ച് ചെയ്യാൻ തുടങ്ങിയത്. പുള്ളിയുടെ ആദ്യത്തെ ഒരു മൊയ്തീൻ അങ്ങനത്തെ ഒരു സമയം, ഗപ്പി പോലത്തെ ഒരു സമയത്ത് നിന്ന് പുള്ളി പിന്നെ ഈ പറഞ്ഞ സ്റ്റാർഡം പരിപാടിയിലോട്ട് പോയി. പിന്നെ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. എന്നിട്ട് പുള്ളിയായിട്ട് തന്നെ എഫേർട്ട് ഇട്ടിട്ടാണ് വേറെ കുറച്ച്, എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, പല സിനിമകളും എഫേർട്ട് ഇട്ടിട്ടാണ് പല പുതിയ എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ പുതിയ ഇപ്പൊ അന്വേഷിപ്പൻ കണ്ടെത്തും പോലത്തെ ഒരു പടത്തിൽ ഞാൻ പല സീൻസിലും പുള്ളി ബാക്കിലോട്ട് എന്ന് വെച്ചാൽ ഒന്ന് സ്കോർ ചെയ്യാണ്ട് ബാക്കില് ഔട്ട് ഓഫ് ഫോക്കസിൽ നിൽക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പുള്ളിയും ഈ പറഞ്ഞ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ കടന്നു പോയിട്ട് ഇതൊക്കെ പഠിക്കുള്ളൂ തോന്നും. പക്ഷെ എനിക്കൊരു പുള്ളി ഞാൻ ഏതൊരു ഇന്റർവ്യൂല് പറഞ്ഞ ആ വാക്കാണ് പ്രഡിക്റ്റബിലിറ്റി. അത് ഭയങ്കര ഒരു നല്ല വാക്കായിട്ട് തോന്നി. ഇപ്പൊ മമ്മൂട്ടി വരുമ്പോ ഇപ്പൊ മമ്മൂട്ടി വീണ്ടും പ്രഡിക്റ്റബിൾ ആയി തുടങ്ങി. പക്ഷെ ഇടയ്ക്ക് വെച്ച് മമ്മൂട്ടി വീണ്ടും ആ നെഗറ്റീവ് ഷെയ്ഡിലോട്ടും അങ്ങോട്ടൊക്കെ വരുമ്പോ മമ്മൂട്ടി ഭയങ്കര അൺപ്രഡിക്റ്റീവ് ആയിരുന്നു. പുള്ളി എന്താ ചെയ്യാൻ പോണെന്ന് ഒരു പിടിയും കിട്ടില്ല. ഒരു സിനിമയിൽ പുള്ളി ജോയിൻ ചെയ്യുമ്പോ
ഇത് എങ്ങോട്ടാ പോണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇത് കണ്ട് ഒരു ഇത് വന്നു തുടങ്ങിയല്ലോ. അതൊക്കെയാണ് എനിക്ക് പുഴു കാണുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഹൈ. എപ്പോഴെങ്കിലും പുള്ളി നന്നാകുന്നല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. നമ്മൾ ക്ലൈമാക്സ് വരെ പുള്ളി മോശമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ല, അപ്പൊ ഈ പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന DS രയുടെ കാര്യമാണല്ലോ. അപ്പം പ്രണവിന്റെ എന്ത് തോന്നി? പ്രണവിന്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിട്ടാ സത്യം പറഞ്ഞ. ഭയങ്കരമായിട്ട് എനിക്ക് കുറെ കാര്യങ്ങളില് പുള്ളിക്ക് അത് പറ്റിയ ഒരു ക്യാരക്ടറാണ്. അതായത് പുള്ളിയെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിട്ടോ. എനിക്ക് പല സീനിലും പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. പുള്ളി അതിനൊരു എഫേർട്ട് ഇടാതെ ചെയ്ത പോലെ സത്യം പറഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പി. എനിക്ക് വേറെ ആരെയും ഓർമ്മ വരുന്നു ഈ പുള്ളി സിനിമ കാണുമ്പോൾ. പുള്ളിയുടെ ഫേസിൽ എന്തോ മോഹൻലാലിനെ അല്ല, മോഹൻലാലിനെ ഓർമ്മ വരും, മകനാണല്ലോ. അതല്ലാതെ വേറെ ആരെയോ ഇങ്ങനെ പെട്ടെന്ന് ഈ പരിചയമുള്ള ആരെയൊക്കെ പോലെ ഇങ്ങനെ ഒരു ഫേസ് നടന്മാരുടെ. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ് ഫീൽ ചെയ്തു. പക്ഷെ നന്നായിട്ടാണ് ചെയ്തത്. എന്നാലും ഇത് ആരോ ഇതുപോലെ തന്നെ ഉണ്ടല്ലോ എന്ന് മൈൻഡിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അറിയില്ല, പക്ഷെ എന്നാലും ചില പോർഷൻസ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നായിരുന്നു. പക്ഷെ ഒരു അറിയില്ല, അടുത്തതില് ഡിഫറെന്റ് വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും. പിടുത്തമുണ്ട്. പക്ഷെ എനിക്ക് മുമ്പത്തെ സിനിമ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. മെച്ചപ്പെട്ടു. നന്നായി. ഭയങ്കര ആക്ടിങ് എല്ലാരും പറയുന്നുണ്ട്, നല്ല ആക്ടിങ് ആണ്. എനിക്കങ്ങനെ ഭയങ്കര ആക്ടിങ് ആയിട്ട് തോന്നിയില്ല. കാരണം അതിനകത്ത് കുറെ പോയിന്റ്സ് ഉണ്ട് ഈ കൺവിൻസ് ചെയ്യാൻ ആക്ടറിന്. ഇപ്പൊ ദേവദൂതൻ പോലൊരു സിനിമ ഈസ് വെരി ഹാർഡ് ടു കൺവിൻസ്. ഒരു ആക്ടർ അത് കൺവിൻസ് ചെയ്തെടുത്തേ പറ്റൂ. കാരണം ഈ വേറെ ഏതോ ലോകത്തുനിന്ന് ഒരാൾ വരുന്നു എന്ന് പറയുന്ന സാധനത്തിന് ഇയാളെ കണക്ട് ചെയ്യുന്നു. ഇയാള് കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അയാൾ വന്ന് ഹിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന കാര്യത്തിന് ഒരു ആക്ടറിനെ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റില്ല. അയാളെ ലീഡ് ചെയ്തുകൊണ്ട് എവിടെയോ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് ഇവിടെ കിട്ടിയിട്ടില്ല. മനസ്സിലായോ? അച്ഛനെ മോനെ വെച്ച് കമ്പയർ ചെയ്യണല്ല. മുമ്പ് എനിക്ക് ദേവദൂതരെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനത്തെ ഒരു ഇത് പറയാനായിട്ട്. ഇങ്ങനെ വേറൊരു വീട്ടിൽ ഒരാള് കണക്ട് ചെയ്യാൻ നോക്കുന്നു പറയുന്ന ഒരു പരിപാടിയായിട്ട്. അപ്പൊ അതിലിപ്പോ ഇവളോട് ഗിൽട്ട് തോന്നുന്ന പോയിന്റ് ഒന്നും എനിക്ക് കൺവിൻസ് ചെയ്യാനല്ല. ശരിക്കും തോന്നിയോന്ന് പോലെ സ്റ്റില്ല പ്ലേ പോയി ഇനിയും നാളെ അടുത്ത ദിവസം പോയി പുള്ളി അടുത്ത വുമണൈസർ ആവുന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റെസൊല്യൂഷൻ. പുള്ളി അങ്ങനെ ഒരാളാണ്. ആ വിമണൈസർ ആയിട്ട് തന്നെയാണ് തീരുന്നോടും വരെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ പോയിരിക്കുന്നത്. അതാണ് അത് സിനിമോട്ടോഗ്രാഫിക്ക് ഒരു ഭാഗമുണ്ട്. സ്റ്റിൽ ആക്ടറിന് സിനിമോട്ടോഗ്രാഫി ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് അതെടുത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതൊന്നും വന്നിട്ടില്ല. അപ്പൊ അതൊന്ന് ഇപ്പൊ നമ്മളീ കഴിഞ്ഞതൊക്കെ മോശമായിരുന്നോണ്ട് ഇത് നന്നായപ്പോ ഓക്കെ അടിപൊളി എന്ന് പറയണ എനിക്കത് താല്പര്യമില്ല. അതിനൊരു സെറ്റ് ഉണ്ട്. അത് ചെയ്യണ്ട, കൺവിൻസ് ചെയ്താൽ മതി. കൺവിൻസ്ഡ് ആയിട്ടില്ല എനിക്ക്, അത്രേ ഉള്ളൂ. ഭയങ്കരമായ ആക്ടിംഗ് ആണോ സിനിമാറ്റോഗ്രാഫി ആണോ? എല്ലാം. ആക്ഷൻ ഡിസൈൻ മാത്രമേ എനിക്ക് കൺവിൻസ് ആയിട്ടുള്ളൂ. പെർഫോമൻസ് എനിക്ക് കൺവിൻസിങ് ആയിട്ടില്ല. ഞാൻ സിനിമാറ്റോഗ്രാഫിയിൽ അത്ര ഹാപ്പി അല്ല. കുറെ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയ കുറെ. അത് പക്ഷെ ഞാൻ കംപ്ലൈന്റ് ചെയ്യില്ല, കാരണം നല്ലൊരു സിനിമാറ്റോഗ്രാഫറാണ് പുള്ളി. അടിപൊളിയാണ്. ഇതിന്റെ ബഡ്ജറ്റ് തന്നെയാണ് അതിന്റെ കാരണം. പക്ഷെ അപ്പോഴും വേറെ ചോദ്യങ്ങളില്ല. അത് പിന്നെ നമ്മുടെ സെൻസിബിലിറ്റീസ് ആണ്. എന്റെയും വിഷ്ണുപ്രോയുടെ ഒക്കെ ഒരു സെൻസിബിലിറ്റിയാണ്. പക്ഷെ അത് ചിലപ്പോ എല്ലാ സിനിമാറ്റോഗ്രാഫേഴ്സിലും കാണാൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. ബഡ്ജറ്റ് ഫാക്ടറാണ്. എനിക്ക് നൈറ്റ് ലിറ്റ് ചെയ്തതിന്റെ കളർ ഇഷ്ടപ്പെട്ടു. ലൈക്ക് അത് രസമുണ്ടായിരുന്നു. ആക്ച്വലി അത് രസമുണ്ടായിരുന്നു. ആ സ്പേസ് എടുത്ത. പക്ഷെ ആ സ്പേസിൽ ഇനി വൈഡ് ആക്കായിരുന്നു. ആ വീട് ഉറങ്ങണേയും വീട് ബ്രീത്ത് ചെയ്യണൊക്കെ കാണിച്ചില്ലേ, അത് കുറച്ചും കൂടെ ഹൊററിഫിക് ആക്കായിരുന്നു. പിന്നെ എനിക്ക് ആ നിയോൺ ലൈറ്റ് കൊടുത്തില്ലായിരുന്നു അവിടെ ഒരു പ്ലേ സ്റ്റേഷൻ. അത് കുറച്ച് അതൊന്നും എനിക്ക് ലൈറ്റിംഗ്സ് ഒക്കെ യൂസ് ചെയ്യായിരുന്നു. പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ആ സിനിമയിൽ പുഷ് ചെയ്തോണ്ട് പോയി. ഈ പറഞ്ഞ ആ ഒരു ഹൊറർ ഫീൽ അങ്ങ് പോയി. വേറൊന്നുമല്ല, ഇത് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നതാന്ന് പറഞ്ഞാൽ നമുക്കിത് പാഷനാണ്, പാഷൻ പ്രൊജക്ട്സ് ആണ്. പക്ഷെ when it comes to സിനിമ അതൊരു പ്രൊഫഷണൽ സ്പേസ് ആണ്. അപ്പൊ കഴിഞ്ഞ പടം കഴിഞ്ഞിട്ട് അടുത്തത് ഈ പടം, അത്രേ ഉള്ളൂ. അതിന് മുകളിലേക്കുള്ള വലിയ ടൈം ഇൻവെസ്റ്റ് ചെയ്തൊരു ചിന്തയിലേക്ക് വന്നു. ഓക്കെ, ഇതാണോ ബഡ്ജറ്റ്? ഓക്കെ, അപ്പൊ അതിന് അടിക്കാൻ
എന്നാലും അവർക്ക് Yeah. എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം അടുത്തടുത്ത പടങ്ങൾ ചെയ്ത് അവർക്ക് പോകണം. അപ്പൊ പക്ഷെ എത്രയൊക്കെ പ്രൊഫഷണൽസ് ബഡ്ജറ്റ് ആയാലും ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഈ ഡിജിറ്റൽ അറിയില് നോയ്സ് അടിക്കരുതെന്നൊരു സാധനങ്ങൾ ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. അതൊക്കെ പ്രാക്ടീസ് അല്ലേ? എനിക്കത് സത്യം പറഞ്ഞാൽ കിട്ടും. എനിക്കറിയാം ശരിയാണ് ലിറ്റപ്പ് ചെയ്യുമ്പോ അല്ലെങ്കിൽ അതിനൊരു ഡേ എക്സ്ട്രാ ലിറ്റപ്പ് ആ റൂം ലിറ്റപ്പ് ചെയ്തതിന്റെ ഒരു ഇതും മാറ്റിയിട്ടില്ല. ഒരേ സ്റ്റൈൽ ഓഫ് ലിറ്റിംഗ് അപ്പ് ആണ് മൊത്തം ചെയ്തിരുന്നത്. എന്നാൽ അതിന് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം അത് ലിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അത് നോയ്സ് അടിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ട് അത് ചെയ്തുവിടെ ഞാനതില് എന്താ പറയാ, ഞാൻ ഒരിക്കലും എന്റെ സിനിമയാണ് അത് എടുത്തോണ്ട് പോകും. എനിക്കറിയില്ല ഓഡിയൻസിന് സബ് കോൺഷ്യസിൽ നിന്ന് എടുത്തോണ്ട് പോകുമെന്ന്. പക്ഷെ എനിക്ക് അതിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം സിനിമാറ്റോഗ്രാഫേഴ്സിന് കുറച്ച് പരിപാടിയുണ്ട്, അത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് അതാ പറഞ്ഞത്, ഇപ്പൊ ആ സിനിമോഗ്രാഫറാണ്, അത് നമുക്ക് സംശയമില്ല. അപ്പൊ പക്ഷെ ചിലപ്പോ പ്രൊഡക്ഷൻ ആയിരിക്കാം, ചിലപ്പോ ഡയറക്ടർ ആയിരിക്കും ആ ഡേ കൊടുക്കാത്തത്, ചിലപ്പോ അയാൾക്ക് ഐഡിയ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ പറഞ്ഞില്ല, ഇങ്ങനെ കുറെ ഇതിൽ അവരുടെ പാഷൻ ചത്തുപോകും. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമാണ് അച്ഛനും അമ്മയും രാവിലെ വിളിച്ചിട്ട് മോനെ എന്താ നീ ഫിലിം മേക്കർ ആവാത്തെന്ന് ചോദിക്കാത്തത്. അപ്പോ മോസ്റ്റ്ലി മുക്കാഭാഗം ആളുകളും അവിടെ വരുന്നത് പാഷനിലാണ്, ബാക്കിയുള്ളവർ വിധി കാരണം വരുന്നതാണ്. അപ്പൊ ആ പാഷൻ ആദ്യത്തെ 2 ദിവസം ഉണ്ടാവണം, അത് ചത്തു. അതിനെ റിവൈവ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് അതൊക്കെ ദിലീഷ് പോത്തനെയൊക്കെ പോലത്തുള്ള അല്ലെങ്കിൽ ലിജോനെ പോലുള്ള പ്രിവിലേജസ് വേണം. ഇപ്പൊ ആ പോയിന്റിലാണ് നിൽക്കുന്നത്. പിഞ്ചർ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ മണിരത്നം അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ പാഷൻ എങ്ങനെ റിവൈവ് ചെയ്തെടുക്കാം എന്നുള്ളത് മാത്രമാണ്. അതായത് നിങ്ങൾക്ക് കൺഫ്യൂസ് പ്രൊജക്ട്സ് വരുന്നുണ്ടാവും, പക്ഷെ ഈ പ്രൊജക്ട് അതല്ല. ഈ പ്രൊജക്ട് ഒരു ഡിഫറെന്റ് പ്രൊജക്ട് ആണ്, ഡിഫറെന്റ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാം. ടു മേക്ക് ദാറ്റ് ഷുവർ ഇസ് എ കുംബർസം പ്രോസസ്. അതാണ് ഞാൻ പറഞ്ഞതല്ലേ, ഫിഞ്ചർ പറഞ്ഞതാണ്. അതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന പരിപാടി എന്നാണ് പറയണത്. അപ്പൊ അതിനകത്ത് ജഡ്ജ്മെന്റ്സ് കറക്റ്റ് ആണോ, ഡിസിഷൻസ് കറക്റ്റ് ആണോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡയറക്ടർ മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പോയി പരിപാടി പോയി, ഫസ് ആവാൻ പറ്റൂല. ഓക്കെ, നിങ്ങൾ പറയൂ നമുക്ക് എന്ത് ചെയ്യാന്നൊക്കെ പറയുന്ന സാധനം ഡിസ്റെസ്പെക്റ്റിലേക്ക് വരും, ഒരു സേ ആവുന്നത് വരെ. ആക്ച്വലി ഇതൊക്കെ ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു പരിപാടിയിലല്ല മലയാളം ഇൻഡസ്ട്രി എന്തായാലും അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അടുത്തടുത്ത പരിപാടികൾ അടിച്ചടിച്ച് പോവാ, അത്രേ ഉള്ളു. അപ്പൊ അവിടെ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിനൊരു സേ ഉള്ള ഫിലിം മേക്കേഴ്സ് ഇവിടെ ഉണ്ട്, അതിന് വരാൻ കഴിയണം. അതിനുള്ള സിനിമോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് സിനിമോട്ടോഗ്രാഫേഴ്സിനെ, അവർക്ക് ചാൻസ് ഇല്ലാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ അവർക്കൊരു മാർക്കുണ്ട്. അതറിയില്ല എങ്ങനെയാണത് വരികയെന്നുള്ളത്. ഡയസറുടെ കാര്യത്തില് എനിക്ക് അതാ തോന്നിയിട്ടുള്ളത്, ഇതൊരു ബഡ്ജറ്റ് ആണ്. ഇപ്പൊ അതുകൊണ്ട് ആളുകൾ സംസാരിച്ചു തുടങ്ങി, ഇതൊരു ബഡ്ജറ്റ് ഫിലിമിൽ ഒരു അർബൻ പ്രേതം, ഗ്രാമത്തിൽ നിന്ന് പൊട്ടിച്ചു വിട്ട് തരുന്ന സിറ്റിയിലെ പ്രേതം എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഇപ്പൊ ഞാൻ കോറൈറ്ററായിട്ട് വർക്ക് ചെയ്തെടുത്തായാലും അവരൊക്കെ ചോദിക്കുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് കോൺസെപ്റ്റ് ഉണ്ടോ എന്നാണ്. പ്രൊജക്ടുകളായി മാറി, റാദർ ദാൻ നമുക്കൊരു സ്ക്രിപ്റ്റ് വന്ന് ചെയ്യുന്നതിന് പകരം നമുക്കൊരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യാൻ. അതാണ് എനിക്ക് തോന്നുന്നു മിക്ക ഇൻഡസ്ട്രിയുടെ ഒരു ശാപം. വെച്ചാൽ ഒന്ന് വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കോപ്പി പേസ്റ്റ് ആയിട്ട് കുറെ സാധനങ്ങൾ വരും. അത് വേണ്ട ശരിക്കും മിക്ക ഓഡിയൻസ്. നമ്മുടെ ഇൻഡസ്ട്രി മെയിൻ ആയിട്ടും ഞാൻ ശ്രദ്ധിച്ചു. നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ, തണ്ണീർമത്തൻ ദിനങ്ങൾ പോലെ ഒരു സിനിമ വന്നെന്ന് കരുതി. പിന്നെ എത്ര സിനിമ ആ ഒരു മോഡല് വന്നെന്ന് അറിയാം. എത്രയാണ് ശ്രദ്ധിച്ചത് നമ്മള്. സെയിം ആൾക്കാരെ വെച്ച് തന്നെ വന്നെന്ന് തോന്നുന്നു. ആ തണ്ണീർമത്തൻ ദിനങ്ങൾ എഴുതിയ ആ ഒരു അതിനകത്ത് ചേട്ടനായിട്ട് അഭിനയിച്ച ആളായിരുന്നു തോന്നുന്നു, മാത്യുവിന്റെ എഴുതിയത്. അപ്പൊ ആ ആളുടെ തന്നെ വെച്ചിട്ട് അതുപോലെ 4-5 സിനിമ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. എന്തിനാ അവര് അങ്ങനെ ചെയ്യുന്നത്? അത് വർക്കാവുന്ന കരുതി. ഇപ്പൊ മഹേഷിന്റെ പ്രതികാരം വന്നു, അപ്പൊ അതുപോലെ പിന്നെ ഈ ചോദ്യം ഇപ്പൊ പൈ പറഞ്ഞ പോലെ തന്നെ ഉള്ള ചോദ്യം ഇവിടെ വരുന്നത്. അതായത് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോ? ആ ഒരു സംഭവം വന്നിട്ട് അങ്ങനെ എടുക്കാൻ നോക്കുക. ഇപ്പം ഈവൻ ലോക എന്ന് പറയുന്ന സിനിമയാണല്ലോ. ഇപ്പം ഇന്ന് ഞാൻ ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്കും ഡൊമിനിക് പറയുന്ന കേട്ടു, ഇത് അവരാദ്യം ചിന്തിച്ച ഒരു അർബൻ ലെവലിലെ ഒരു പ്രേതം, അങ്ങനെ ഒരു രീതിയിൽ അവർ ചിന്തിച്ചിരുന്നത്, ഒരു ഹൊറർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ പോയി അവര് അതിന്റെ ഇടയിൽ കിട്ടിയതാണ് ഈ നീലിയുടെ അങ്ങനെ അവര് ഫൈൻഡ് ഔട്ട് ചെയ്തെടുത്ത റൈറ്റിംഗില്. അപ്പൊ ഇപ്പൊ പറഞ്ഞ നറേറ്റീവ് സ്റ്റൈല് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നു. ഇപ്പൊ ഇതുവരെ കാണിച്ചത് എന്തോ അതല്ലാത്തൊരു കാര്യം അങ്ങനെ കാണിക്കാന്നുള്ള രീതി ചിന്തിച്ച് വന്നതാണ്. അപ്പം ഇത് വർക്കായി. ഇനിയിപ്പൊ അടുത്ത എല്ലാരും ചിന്തിക്കുന്ന ലോക പോലൊരു സാധനം, അങ്ങനത്തെ ഒരു പ്രൊജക്ടുകൾ അങ്ങനെ മറ്റേ മഹാഭാരതത്തിൽ നിന്നൊക്കെ ഒരു വരി എടുത്തിട്ട് ഈ വരി എടുത്തിട്ടുള്ള സാധനം, ഈ ക്യാരക്ടർ ഇങ്ങനെ വരും.
അത് കുഴപ്പമില്ല. അത് അല്ല ഇപ്പൊ ഒരു ചെറിയ സാധനം എടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. അത് മറ്റേ ആ സിനിമ അതിന്റെ പാറ്റേൺ സക്സസ് ആയി. അപ്പൊ അതേ രീതി നമ്മൾ എടുത്തു നോക്കാം. അത് ഏത് രീതിയിൽ അങ്ങനെ ചിന്തിക്കാൻ അറിയത്തില്ല. ഒരെണ്ണം കൂടെ ചിലവ് വർക്കാവും, പിന്നെ ഇത് മടുത്തു. അത് പ്രൊഡ്യൂസേഴ്സിന്റെ പെർസ്പെക്ടീവ് വരുന്നതാണ് കേട്ടോ. ഇതിന്റെ ഒരു സൈക്കിളാണ്, ഇതൊരു ലൂപ്പ് സൈക്കിളാണ്. അപ്പൊ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് ഇൻവെസ്റ്റേഴ്സ് വേണം. ഇൻവെസ്റ്റേഴ്സ് ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും വരുന്നവരായിരിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രീവിയസ് പ്രൊജക്ട് വേണം, പ്രീവിയസ്ലി ഒരു വിൻ വേണം. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്, മനസ്സിലായോ? ഇപ്പം പക്ഷെ ഞാനൊക്കെ ഇപ്പോ സെല്ല് ചെയ്യുന്ന പോയിന്റ് അതും പാടാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ സെല്ല് ചെയ്യുന്ന പോയിന്റ് പ്രീവിയസ്ലി ഫെയിലിയർ ആയ പടം. അപ്പൊ അതിന്റെ സാക്രിഫൈസ് കാരണം ഇവിടെ ഒരു ഓഡിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇന്നത് ലെജൻഡറി മൂവീസാണ്. ആ മൂവീസിന്റെ മാർക്കറ്റ് വെച്ചിട്ട് നമുക്ക് ആ ഓഡിയൻസിനെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനത്തെ സെൻസിബിലിറ്റീസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു പ്രപ്പോസലാണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇരുന്നിട്ട് ഈ പ്രപ്പോസൽ ഉണ്ടാക്കുമായിരുന്നു. അതിങ്ങനെ സ്പൈറൽ മൈൻഡ് ഒക്കെ ചെയ്ത് നല്ല രീതിക്ക് പിച്ച് ഡെക്ക് ആണ്. ഞങ്ങളുടെയൊക്കെ പ്രൊജക്ടിൽ വർക്ക് ആവണ പിച്ച് ഡെക്ക് ആണ്. എത്ര ഫെയർ ആണോ പിച്ച് ഡെക്ക് അത്രയും പൈസ. ഇവിടെ സ്ക്രിപ്റ്റ് ഒന്നും ആരും വായിക്കൂല. അപ്പൊ അതുപോലെ നമ്മളിപ്പോ ഓരോ പ്രൊഡ്യൂസേഴ്സ് എടുത്ത് പിച്ച് ചെയ്യുമ്പോഴും ലൊക്കേഷൻ ഇത്ര 2 ലൊക്കേഷനേ ഉള്ളൂ, ലൊക്കേഷനിൽ ഇത്രയും പേര് വരും, ഇത്ര ജൂനിയർ ആർട്ടിസ്റ്റ് ബാറ്റ, ഇതറിഞ്ഞാൽ മതി. കഥയൊക്കെ 15 മിനിറ്റിൽ കൂടുതൽ കേട്ടാ വായിക്കും. ബാക്കി ഫുള്ള് കേൾക്കേണ്ട ഇതാണ്. അപ്പൊ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഈ പാഷൻ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇതൊരു പ്രൊഫഷണൽ സ്പേസ് ആണ്. നമ്മളൊരു ഇൻഡിപെൻഡന്റ് സിനിമ ഉണ്ടാക്കുന്ന ഒരു പാഷൻ ഇവിടെ ആർക്കും കിട്ടില്ല. അപ്പൊ അവരുടെ ആ പാഷൻ റിവൈവ് ചെയ്യാന്നുള്ള സ്പേസ് ആണ്. ആ സ്പേസ് ടാപ്പ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് ഇതുള്ളൂ. ഷൈജു ഖാലിദൊക്കെ അങ്ങനെ നിന്ന സിനിമോഗ്രാഫറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും പുള്ളിക്ക് നിൽക്കാൻ പറ്റുന്നത്. സമീർ ഖാൻ അങ്ങനെയായിരുന്നു, സമീർ ഖാൻ അങ്ങനെയായിരുന്നു, ജോമോൻ പക്ഷെ ഇപ്പൊ മാറി. പക്ഷെ ജോമോൻ അങ്ങനെയായിരുന്നു. ജോമോനൊക്കെ എന്ത് വന്നാലും അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു. സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ ഇവർക്ക് രണ്ടും വലിയ കാശൊന്നുമില്ല, സമീർ തായറും ഷൈജു ഖാനും. പക്ഷെ ഒരു പലയിടത്തും റിജക്റ്റ് ആയ സിനിമയാണ്. ഇപ്പൊ ഞാൻ പറയാ, അതുകൊണ്ട് കുഴപ്പമില്ല. സാക്കറിയ മറ്റേ E4 പിച്ച് ചെയ്യുമ്പോ അതുകൊണ്ട് പോണ വഴി അറബിക്കടലിൽ തള്ളിക്കോ എന്നൊക്കെ പറഞ്ഞ സിനിമയാണ്. ഇൻസൾട്ട് ചെയ്തതല്ല, പുള്ളി അങ്ങനെയാണ് സംസാരിക്കുന്നത്. അത് പുള്ളി അതിന്റെ റിയാലിറ്റി പറഞ്ഞാണ്, ഇൻസൾട്ട് ചെയ്തതല്ല, ഉറപ്പായിട്ടുമല്ല. അപ്പോ കാരണം അത് ഈ ഇന്ത്യ ആളുകളെ വെച്ചിട്ട് ബൗണ്ട് ചെയ്യാന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇറക്കാന്ന് പറയുന്നത് നടപടി ആവൂല. അവിടെ സമീർ തായറും ഷൈജു ഖാലിദിനും വേറെ വഴിയൊന്നുമില്ല. ഞങ്ങൾക്ക് സൗബിൻ വേണമെന്ന് മാത്രമേ അവർക്കുള്ളൂ. കാരണം അത് അവർക്ക് ആക്സസ് ഉള്ളൂ. ഞങ്ങളുടെ കയ്യിൽ ഇത്ര കാശേ ഉള്ളൂ, ഈ കാശ് വെച്ച് നമുക്ക് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ സിനിമയാണ്. പക്ഷെ അത് ആപ്പി ഹൗസ് പോലൊരു നല്ല പ്രൊഡക്ഷൻ കമ്പനി ഇപ്പൊ ഉണ്ടാക്കി. ഇപ്പൊ അത് അതിരടിയിലും കോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ അല്ലേ, ബേസിലിന്റെ ടോവിനോടെ ഒക്കെ അല്ലേ? ബേസിലിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് അവര് ടൈപ്പ് ആവുന്നുണ്ട്. മനസ്സിലായി. സൂക്ഷ്മദർശിനി വന്നു. അപ്പൊ അവരിപ്പോ പ്രൊജക്ട് സെറ്റ് ചെയ്ത് തുടങ്ങി. എനിക്ക് അത് തന്നെയാണ് പരിപാടി എന്നാണ് തോന്നുന്നത്. അപ്പം കൂടുതൽ എക്സ്പീരിയൻസ് ആയാലും കുഴപ്പമാണ്, കുറച്ച് എക്സ്പീരിയൻസ് ആയാലും കുഴപ്പമാണ്. നടുവിൽ ഒരു പരിപാടി വന്നാലേ നല്ല സിനിമകൾ സംഭവിക്കും. സത്യം. അല്ല, അത് എനിക്കാണ് പുതുമ എല്ലാ സ്ഥലത്തും വന്നിട്ടുള്ളത്. ഈ പറയണ ഇപ്പൊ ഇംഗ്ലീഷിലെ ഡാമിയൻ ചെസലിന്റെ കഥ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ചെസലിന്റെ കഥ 30 മിനിറ്റ് ഷോർട്ട് ഫിലിം എന്തോ ആണ്. അതറിയാലോ, നമ്മുടെ വിപ്ലാഷിന്റെ സീൻ, ഓപ്പണിംഗ് സീൻ. അത് വെച്ചിട്ടാണ് പുള്ളിക്ക് അത് ആ ഷോർട്ട് ഫിലിം ഹിറ്റായിട്ട് അതിന്റെ അടുത്ത ഇത് ഞാനൊരു $1 million തന്ന ഇതിനൊരു ഫീച്ചർ ആക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് വിപ്ലാഷ് പറഞ്ഞത്. വിപ്ലാഷിന്റെ സ്ട്രക്ചർ നോക്കി, ലൈക് 5 act സ്ട്രക്ചറോ അത്രയും. ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു റെസൊല്യൂഷൻ വന്ന് പിന്നെയും ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല. പിന്നെയും ആ ഒരു ക്ലൈമാക്സ് ഈ കോൺഫ്ലിക്റ്റിന്റെ അവിടെ എന്തോ അല്ല കൊണ്ടു നിർത്തുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. എന്നുവെച്ചാൽ ഇതൊന്നും തീർന്നു നമ്മൾ വിചാരിക്കുമ്പോ വീണ്ടും ഒരു സംഭവം പോലെ ഒരു ഓപ്പണിംഗ് വരും. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ആക്ച്വലി അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആര് ചിന്തിക്കും എന്നുള്ളത് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിന്ന് വരുന്നവരെ ചിന്തിക്കണം. ഈവൻ ഇപ്പൊ വെസ് ആൻഡർസൺ എടുത്തോ, വെസ് ആൻഡർസന്റെ ആദ്യത്തെ ബോട്ടിൽ
അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ആ സമയത്ത് വരുമ്പോ മിക്കവർക്കും വർക്കായില്ല. പക്ഷെ വർക്കായ കുറച്ച് ആൾക്കാര് വിചാരിച്ചിട്ടാണ് പുള്ളിയുടെ അടുത്ത്. അപ്പൊ പുള്ളിയുടെ ഓരോ സിനിമയിൽ നിന്നും നമുക്കിത് മാറുന്നതാണ്. ഈ കോമഡിയുടെ സ്റ്റൈല് പുള്ളി കുറച്ചും കൂടെ വിഷ്വൽ ആക്കി അതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കിയാണ് വെസ് ആൻഡേഴ്സണിഷ് ആയത് സ്റ്റൈല്. അപ്പൊ ആ ഒരു ടേക്ക് എന്തായാലും എടുക്കണം. എന്നിട്ട് പുള്ളി തന്നെ പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ പെയിന്റ് ബ്രഷ് എന്നാണ് പുള്ളിയുടെ പ്രൊഡക്ഷന്റെ പേര്. അപ്പൊ പുള്ളി തന്നെ പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങി. പുള്ളിയുടെ ബാനറിൽ ഇപ്പൊ വേറെയും പടങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യൻ പെയിന്റ് ബ്രഷിന്റെ ബാനറിൽ വേറെയും പടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് A24. A24ന്റെ ആദ്യത്തെ പടം, അയ്യോ അതിന്റെ പേരെന്തായിരുന്നു, സെലീന ഗോമസ് ഒക്കെ ഉള്ള ഞാൻ കണ്ടില്ല കേട്ടോ, 24 നോക്കിയിട്ടില്ല. A24ന്റെ ഒരു സെലീന ഗോമസ്, 3 പെണ്ണുങ്ങളും പിന്നെ നമ്മുടെ മിക്ക സിനിമയിലെ ആക്ടർ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ, അവരുടെ ഒരു പടമുണ്ട്. എനിക്ക് മനസ്സിലായി. അത് ആ സമയത്തെ ബ്ലണ്ടർ ആയിരുന്നു. പക്ഷെ ഫസ്റ്റത്തെ പടം ഇവരുടെ, അയ്യോ അതിന്റെ പേര് ഞാനും പറഞ്ഞു, സമ ഗേൾസ്, അങ്ങനെ ഗംഭീര സിനിമയായിരുന്നു. അത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഇത് ബോക്സ് ഓഫീസ് ഒന്നും വിജയിക്കില്ല, ബ്ലണ്ടർ എന്ന് പറഞ്ഞ് ഇറക്കിയ പടമാണ്. പുള്ളി അത് വിജയിപ്പിച്ചെടുത്ത് A24 ആയത്. അതിന്റെ ഒരു സ്റ്റൈല് അൺപ്രഡിക്റ്റബിൾ ആണല്ലോ A24. ഹൊററിലാണ് അവരുടെ ഒരു പറയുന്ന പോലെ വേൾഡിലൊരു ഫെയിം വന്നു തുടങ്ങിയത്. ഹൊറർ വന്ന് തുടങ്ങിയപ്പോ ഈ ഹെറിഡിറ്ററിയും ഈ പറയുന്ന പോലെ ഇത് എന്നാ മിഡ്സോമർ, പിന്നെ യൂഫോറിയ. അത് ഈ പറഞ്ഞ പോലെ ആ ബുദ്ധിയൊക്കെ സായിപ്പന്മാരുടെ തലയ്ക്ക് ഉള്ളൂ എന്നൊക്കെ പറയണ പോലെ ഇവർക്ക് അവരുടെ കച്ചവടം ആ സെൻസിബിലിറ്റി ഉള്ള കച്ചവടമാണ്. അല്ലാണ്ട് ഇവിടുത്തെ പോലെ മീൻ മേടിക്കാൻ പോണ പോലത്തെ പരിപാടി അല്ല. അതായത് സോറി, ഞാൻ കുറച്ച് ബ്രൂട്ടലാണ്. അതായത് A24 ആയാലും ഈവൻ വാണർ ബ്രദേഴ്സിന് നോക്ക്, മറ്റേ ഇവിടെ മറ്റേ പോൾ തോമസ് ആൻഡർസൺ പടം ഇത്രയും ബില്യണൊക്കെ ചെയ്യാന്ന് പറയാൻ പോൾ തോമസ് ആൻഡർസനെ പാസ്സായി. അല്ല, നമുക്ക് അങ്ങനെ മാർക്കറ്റിങ്ങിന് ഇത്ര കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നോളന്റെ പടം ചെയ്യുമ്പോ ഞങ്ങളുടെ 2 പടം വിജയിച്ചു, ഇനി ഞങ്ങൾക്ക് പൈസ ഈ വർഷം വേണ്ട. വിഷയമല്ല, അതെന്താന്ന് അവരുടെ ഗുണം എന്ന് പറഞ്ഞാൽ അത് ബ്രാൻഡ് ഉണ്ടാക്കുകയാണ്. ആ പ്രൊജക്ട്സ് ഒക്കെ ബ്രാൻഡിന് വേണ്ടി. ഇപ്പൊ നോളൻ എന്നൊക്കെ പറഞ്ഞു, നോളന്റെ എത്ര പടം ROA എത്തിയിട്ടുണ്ട്? ഇല്ല. നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. ഇപ്പൊ ഓപ്പൺ ഹ്യൂമറൊക്കെ ഓക്കെ, പിന്നെ അതിന് മുന്നേ ഏതാ അവര് റിലീസ് ചെയ്തപ്പോഴാണ് കൂടുതലും. ടെനറ്റ് നെറ്റ് വരുമ്പോ അത് കുറവാണ്, ഗ്രോസ് ഓക്കെ ഫൈൻ. നെറ്റ് പ്രോഫിറ്റ് വരുമ്പോ അത് കുറവാണ്. എന്നുവെച്ചാൽ മുടക്കിയ പൈസ പ്രൊഡക്ഷൻ കമ്പനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. ഓക്കെ, ഓപ്പൺ ഹ്യൂമർ ഓക്കെ, അതിനു മുമ്പുള്ള ഒരു സിനിമയ്ക്കും പുള്ളിക്ക് അത് കിട്ടിയിട്ടില്ല. ആദ്യത്തെ സിനിമകളൊക്കെ പരാജയമായിരുന്നു. ഇൻസോംനി ആയിരുന്നു ആദ്യത്തെ പുള്ളിയുടെ ഭയങ്കരമായിട്ട് മൗണ്ട് ചെയ്ത 2 സൂപ്പർ സ്റ്റാർസ് ആണ് അപ്പത്തെ. അവരെ വെച്ചിട്ട് പോലും ആ പടം തഴയുപോയി. അപ്പൊ അത് ബ്രില്യൻ പടമാണ്. ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്ത. ഹാരി പോട്ടർ സീരീസ് എന്നായാലും ഇവരിപ്പോ ആൽഫോൺസോ കോറോണ ഒക്കെ വെച്ചിട്ട് ആണെന്ന് തോന്നുന്നു അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു അത് മോശമായി പോയെന്ന് തോന്നുന്നു. അത്രയും ബോക്സ് ഓഫീസിലൊന്നും അത് ഇതായില്ല. അപ്പൊ അവർക്ക് ആ സീരീസ് എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ ആളുകൾ പറയുന്നതായിരിക്കും. അന്ന് ഏറ്റവും മോശമായിട്ട് പറഞ്ഞതാണ്. അന്ന് എല്ലാവർക്കും ബോറിംഗ് ആയിട്ട് തോന്നിയൊരു പരിപാടിയാണ്. അപ്പൊ അതാണ് ഈ സീരീസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടുന്ന് പിന്നെ അവർ 10 പ്രൊജക്ട് ചെയ്യും ഈ പറയണ കച്ചവടത്തിന് വേണ്ടി. പക്ഷെ സ്റ്റിൽ ആ ബ്രാൻഡ് എക്സിസ്റ്റ് ചെയ്യാന്നുള്ളതില് അവർക്ക് ഇതുണ്ട്. അത് A24 എല്ലാവർക്കും ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഇല്ല, ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇല്ല. പ്രൊഡക്ഷൻ കമ്പനി അൻവർ റഷീദാണ്. അത് പ്രാവിൻകൂട് ഷോപ്പിട്ട് പൊട്ടിക്കില്ല. ഇല്ല, അപ്പൊ അതിന് വരും പുള്ളി പ്രാവിൻകൂട് ഷോപ്പ് ബ്രേക്കിലാണ്. ഒരു 3 കൊല്ലത്തേക്ക് പുള്ളിയെ നോക്കണം. 3 കൊല്ലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഉൾപ്പെടെ ഇനിയിപ്പോ 2 കൊല്ലം. ഈ വർഷം പുള്ളിയുടെ സിനിമ തുടങ്ങുന്നുണ്ട്, അടുത്ത വർഷം റിലീസും ഉണ്ട്. അത് സോഫിയ പോളാണ് ചെയ്യണത്. അല്ലാതെ പുള്ളി പോലും അല്ല പ്രൊഡക്ഷൻ. സ്കെപ്റ്റിക്കായി, കാരണം അത് എത്രയോ ലാക്സേ കിട്ടിയുള്ളൂ അത്രയും ക്ലോസിന് ചെയ്തിട്ട്. ഇപ്പൊ പ്രേമം പോയി ഒരു ഇന്ത്യ ചെയ്ത ആളാണ്. അത് വിജയിച്ചത് അൻവർ റഷീദ് ആയതുകൊണ്ട് മാത്രമാണ്.
ഉം. ഒരു അൽഫോൺസ് പുത്രൻ സിനിമയായിരുന്നെങ്കിൽ ചിലപ്പോ അത് അത്ര നല്ല സിനിമയാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് അൻവർ റഷീദ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ പടം നല്ല സിനിമയായത്. ഇല്ല ഇപ്പൊ നല്ല പ്രൊഡക്ഷന്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നല്ല പ്രൊഡ്യൂസറിന്റെ ഇപ്പൊ ഞാൻ ഇപ്പൊ പൈ എന്ന് പറഞ്ഞിട്ട് ബാഡ് ഗേളിനെ പറ്റി. അപ്പൊ ഞാൻ ബാഡ് ഗേളിന്റെ ഇന്റർവ്യൂ ആണ്. തമിഴിലെ കഴിഞ്ഞ വർഷം ഏറ്റവും ഇറങ്ങിയ പടം എന്ന് പറയുന്ന പടങ്ങളിൽ ഒന്നാണ് ബാഡ് ഗേൾ. അത് ആണുങ്ങൾക്ക് മിക്കവർക്കും മനസ്സിലാവില്ല, കാരണം പെണ്ണുങ്ങളുടെ പെർസ്പെക്റ്റീവ് ആ പടം അന്നാണ് പടം ബേസിക്കലി ഒരു വിമൻ ഡയറക്ടറാണ്, വെട്രിമാരനാണ് അതിന്റെ പ്രൊഡക്ഷൻ. അപ്പൊ അവർക്ക് അവരുടെ ഒരു ഗ്രാസ് റൂട്ട് ഫിലിംസോ അങ്ങനെ എന്താണ് പ്രൊഡക്ഷന്റെ പേര്. അപ്പൊ ഇതിനകത്ത് പറയായിരുന്നു ഈ പറഞ്ഞ ഡയറക്ടർ, പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നു. ഡയറക്ടർ വർഷ അല്ലടാ, പുള്ളിക്കാരി ഇങ്ങനെ പറയായിരുന്നു, നമുക്കിപ്പോ ഒരു കോളേജ് റീയൂണിയൻ അല്ലേ, ഒരു 20 പേര് 30 പേര് മതി. അപ്പൊ അപ്പൊ പ്രൊഡ്യൂസർ വന്നിട്ട് പറഞ്ഞു, കോളേജ് റീയൂണിയൻ എന്ന് പറഞ്ഞാൽ 30 പേരെ കൊണ്ട് ഓഡിയൻസിനെ നിങ്ങൾ ഇങ്ങനെ സമാധാനിപ്പിക്കും, 300 പേരെ കൊണ്ടുവരണം. അതൊരു പ്രൊഡ്യൂസറിന്റെ ടേക്കാണ്. സാധാരണ പ്രൊഡ്യൂസേഴ്സ് വീണ്ടും കട്ട് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. പക്ഷെ ആ പ്രൊഡ്യൂസർ ഈ പ്രോഡക്റ്റ് ബിലീവബിൾ ആവണം, ഒരു നല്ല ഓഡിയൻസിലോട്ട് എത്തണം. ഈ പറയണ അങ്ങനത്തെ ഒരു ഇന്റൻഷനും കൂടെ ഉള്ളത് കൊണ്ട് പല സീൻസില്, അതായത് കോളേജ് റീയൂണിയൻ, ഇവരുടെ ട്രിപ്പ്, അല്ലാണ്ട് സ്കൂളില്, അപ്പോ അതൊക്കെ ആ പ്രിവിലേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രൊഡക്ഷൻ ബാക്കപ്പ് ഉള്ളതുകൊണ്ടാണ് ഒരു സിനിമ. ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സിന് മിക്കവരൊക്കെ ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭാവന ബെറ്റർ ആണ് തോന്നുന്നു അല്ലേ? ഭാവന നല്ല ബെറ്റർ ആണ് കേട്ടോ, നല്ല കമ്പനിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ ആളുകൾക്ക് ഇപ്പൊ കൊടുക്കണ്ടോ എനിക്ക് അറിയില്ല, പക്ഷെ സ്റ്റിൽ അവര് നല്ല ഫിലിം മേക്കേഴ്സിന് നല്ല പ്രൊഡക്ഷൻ എന്തെങ്കിലും അവരിത് ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ പറയാ, ഇപ്പൊ ലോകം മൊത്തം മലയാള സിനിമ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഇവർക്കിത് എന്തെങ്കിലും ചെയ്തിട്ട് മലയാള സിനിമയ്ക്ക് വിഷമമാവോ, ഇങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നതിനാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊന്ന് പൊട്ടിപ്പോവോ, ഭയങ്കര കൺഫ്യൂസ്ഡ് അല്ലേ ഇപ്പൊ പൈയുടെ ഒരു സ്റ്റോറി കുറെ എനിക്കറിയാം. എല്ലാ പ്രൊഡ്യൂസേഴ്സിനും പോകുമ്പോ ഈ പൈ നേരിടുന്ന മൊത്തം കൺഫ്യൂഷനുകളാണ്. ഇവര് പറയണെന്നും ഒരിക്കലും നമ്മുടെ ഈ പറഞ്ഞ ഈ ഡേറ്റയും സ്റ്റാറ്റിസ്റ്റിക്സും നമ്മുടെ ഫിലിം ഹിസ്റ്ററിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവര് പറയണ ഒന്നും വർക്കല്ല. ഇവര് പറയണതിന്റെ നേരെ ഓപ്പോസിറ്റ് പോകുമ്പോഴാണ് പലവർക്കും സിനിമ വിജയിക്കുന്നതും കാര്യങ്ങളും. അപ്പൊ അത് മനസ്സിലാണ്, എല്ലാരും കൺഫ്യൂസ്ഡ് ആണ് ഈ പോയിന്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് എനിക്ക് ചെറിയൊരു പേടി, ഇത് എല്ലാ തവണയും ഉള്ള പോലെ പൊക്കി മേളിൽ കൊണ്ടേ വെച്ചിട്ട് തള്ളിയിടുന്ന പരിപാടിയില്ലേ. കാരണം അത് വേറൊരു ഇൻഡസ്ട്രി നന്നാവുന്നോടം വരെ ഉള്ളൂ. കാരണം ഇപ്പം ബോളിവുഡ് കുറെ നാളായിട്ട് താർന്നു കിടന്നിടത്തുനിന്നാണ് ദുരന്തർ ഒന്ന് പിക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ നോക്കിയോ, അടുത്തൊരു പടമോ 2-3 പടവും കൂടെ വന്നു. പിന്നെ ഈ ടോക്കിംഗ് ഇപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ഒരു 2 മോശം പടം വന്നു കഴിഞ്ഞാൽ അങ്ങ് തള്ളിയിട്ടു. അപ്പൊ നമുക്കൊരു കാര്യം, നമ്മൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്തുള്ള സിനിമകൾ എടുക്കരുത്. നമ്മൾ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി തന്നെയുള്ള സിനിമ. സ്കെയില് കൂടുമ്പോ ഉറപ്പായിട്ടും മോശമാവും സിനിമകൾ, സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അവര് പിന്നെ 3 ആക്ട് സ്ട്രക്ചറിലേക്ക് പോകും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ മാർക്കറ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ബോളിവുഡ് പ്രൊഡക്ഷൻ ഇപ്പൊ പറഞ്ഞല്ലോ ദുരന്തർ, ഇപ്പൊ അവർക്ക് ആ പ്രൊഡ്യൂസേഴ്സിന് ആക്ച്വലി ഇവിടെ ചെയ്യണമെന്നുണ്ട്, മലയാളത്തിൽ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിനൊരു ഈവൻ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഔട്ട്സോഴ്സ്ഡ് ആയാലും മതി. ഇപ്പൊ വൈനോട്ട് ആണ് രാഹുലിന്റെ ചെയ്തത്. വൈനോട്ട് ഒരു ചെന്നൈ കമ്പനിയാണ്, മനസ്സിലായി. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഹോളിവുഡ് പ്രൊഡക്ഷൻ ഇവിടെ ചെയ്യണമെന്നുണ്ട്, ഫ്രഞ്ച് പ്രൊഡ്യൂസേഴ്സിന് ഇവിടെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കമ്പനി ഇല്ല അവർക്ക് റിലേ ചെയ്യാൻ പറ്റിയ. മറ്റിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കമ്പനി ഉണ്ടാവും, ആ കമ്പനിയായിട്ട് സംസാരിച്ച് ചാനൽ. പക്ഷെ ഇവിടെ അങ്ങനെ കമ്പനി ഇല്ല. ഇപ്പൊ ഹോംബാള് വന്നിട്ട് ഇവിടെ എന്തായി? ധൂമം ഹോംബാളയുടെ ഒന്നും അറിയാണ്ട്, ആരും അറിയാണ്ട് പോയി. ഹോംബാള് നല്ല പ്രൊഡക്ഷൻ, നല്ല ലുക്കുള്ള, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള, ട്രെയിലറൊക്കെ ഉള്ള സിനിമയായിരുന്നു. പക്ഷെ ഒന്നും അറിയാണ്ട് പോയി. എനിക്ക് മലയാളി അല്ലല്ലോ, ഡയറക്ടർ വിക്രം കുമാറിന്റെ അല്ലേ ധൂമം? അങ്ങനെ ആരല്ലായിരുന്നു ഈ പറയുന്ന പോലെ? അങ്ങനെ വേറെ ഡിഫറെന്റ് മലയാളി തോന്നുന്നു. അല്ല, അതാ പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇത് മനസ്സിലാക്കുന്ന സ്ട്രക്ചർ, മാർക്കറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ. പക്ഷെ എല്ലാരും ഇപ്പം ഷോർട്ട് ടേം ഗെയിംസിലേക്ക് ആയിപ്പോയി ഉള്ള സമയത്ത്. കാരണം സിനിമ എത്ര നാളുണ്ടാവും, നമ്മുടെ വരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഉള്ള കാശുണ്ടാക്കിയിട്ട് പോവാന്നുള്ളതിലേക്ക്. പക്ഷെ ഈ പവർ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ കരൺ ജോഹാർ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പ്രൊഡ്യൂസറാണ്, ഈ തലയുള്ള പ്രൊഡ്യൂസറാണ്.
അപ്പൊ അത് മൂപ്പരിപ്പോ യാഷ് ഹോം ബൗണ്ട് രാജിന്റെ എന്ന് പറഞ്ഞിട്ട് യാ യാഷ് രാജ് ഇപ്പൊ ഉം, മോശമായി. ഉം. പണ്ട് യാഷ് രാജിന്റെ അത്രയും ബ്രില്യൻസ് ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി എനിക്ക് തോന്നിയിട്ടില്ല ആ ടൈമിലുണ്ട്. അത്രയും ബ്രില്യൻ പ്രൊഡ്യൂസേഴ്സ് ആണ്. എന്നുവെച്ചാൽ സൂപ്പർ DDLJ ബൈക്സിന് ഒക്കെ ആ DDLJ ഈവൻ ബാക്കി വന്ന റബ്ബിനെ സിനിമകളെ ബനാതെ ജോഡി ബാദുഷാബാനത്ത് റബ്ബിനെ എനിക്ക് ബനാതെ ജോഡി ആ എനിക്ക് യാഷാജിനെ ഇഷ്ടമല്ല, ധർമ്മയെ ഇഷ്ടമല്ല. എന്താന്ന് അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുള്ള സിനിമകളുടെ അവരുടെ സിനിമകൾ കാരണമാണെന്ന്. അവരിന്റെ ഇടയിൽ നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ടോട്ടൽ ഡോക്യുമെന്ററി ഉണ്ട്. നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ട് യാഷ് രാജ്. കണ്ടാൽ നമ്മുടെ എനിക്ക് എല്ലാ എനിക്ക് കബി ഖുഷി കബി ഗം ഇങ്ങനത്തെ സിനിമകളൊക്കെ ഈ ധർമ്മ യാഷ് രാജ് എന്നൊക്കെ കേൾക്കുമ്പോഴേ വരുന്നത് എനിക്ക് ഭയങ്കര, എനിക്ക് എന്റെ രീതിയിലട്ടെ എനിക്ക് പേഴ്സണലി ഒട്ടും അല്ല, രണ്ട് ഇഷ്ടപ്പെടാത്ത പടം ടൈപ്പ് ഓർത്താൽ സിനിമ. എനിക്ക് തോന്നുന്നു റബ്ബിനെ ബനാതെ ജോഡി. അത് ഇതുപോലെ ഹിന്ദിയിലെ ഒരു സമയത്താണ് അത് ഇറങ്ങിയത്, റബ്ബിനെ ബനാതെ ജോഡി. പിന്നെ ഞങ്ങൾക്ക് ജബ് തക് ഹേ ജാനാണ് തോന്നുന്നത്. ജാനുണ്ട്. ആദിത്യ എനിക്ക് ചോപ്രയുടെ ധൂം ഭയങ്കര ഇഷ്ടമാണ്. ധൂമൻ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പടമാ, ഹിന്ദി പടമാ. അതാണ് ആ എന്റെ പ്രശ്നം. ജോൺ പക്ഷെ അബ്രഹാം പിന്നെ എന്നാ ധൂം 2ഉം 3ഉം വരുമ്പോ അവരുടെ ഉദ്ദേശം തന്നെ അത് വേറെ കുറെ ലവ് സ്റ്റോറി കുത്തിക്കേറ്റാൻ നോക്കുന്നു. ധൂം ഫസ്റ്റ് പക്ക വില്ലനെ കാണിച്ചിട്ടുണ്ട്, അവിടെ പ്രോപ്പർ വില്ലനാ. പിന്നെ വില്ലനെ അങ്ങോട്ട് നല്ലതാക്കാൻ നോക്കുന്നു, അങ്ങനെ രീതിയിൽ പോയി. ഇതാണ് ഇവന്മാരുടെ മെയിൻ പ്രശ്നം. ഞാൻ കുറച്ചു മുമ്പ് ആലോചിച്ചു, എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ആശ് രാജിന്റെ മെയിൻ പ്രശ്നം വെച്ചാൽ ഇവർക്ക് ലവ് സ്റ്റോറി കാണിക്കണം. അല്ലെങ്കിൽ ഈ ധർമ്മയുടെ, പക്ഷെ ഇവർക്ക് എന്തൊക്കെ സബ്ജക്റ്റ് ആയാലും ലവ് സ്റ്റോറി അവിടെ വരണം. അത് നോക്കി ഇപ്പൊ പിന്നെ റോയുടെ ഏജന്റും ISIയുടെ ഏജന്റും തമ്മിൽ ലവ് സ്റ്റോറിയിലെ പാട്ട് വേണം അവർക്ക്, അല്ലെ? അതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനത്തെ ചിന്ത സെല്ല് ചെയ്യാൻ അത് നോക്കുക. കാരണം അത് ഈ പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ഇന്റന്റ് ഉണ്ടായാൽ മതി. അതിന്റെ ഉം, പുറകിലുള്ള 2-3 അത് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്, അത് വേണം. അതില്ലാത്തവര് വെളിയിൽ പോയിട്ടുണ്ട്. ഇപ്പം ധൂം പറയുന്ന എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു പ്രോട്ടഗോണിസ്റ്റിനെക്കാൾ രൂപ കൂടിയ ബൈക്സ് മേടിക്കുക. ഉം, അന്ന് ഇയാൾക്ക് മാർക്കറ്റ് ഇല്ല, അഭിഷേക് ബച്ചന്. ഉം, അയാൾ പൊട്ടിപ്പടം എടുത്തോണ്ടിരിക്കുക. ഉം. അപ്പൊ അവിടുന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് ഒരു ഗുഡ് ഇന്റന്റ് ആണ്. അവിടുത്തെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി, ഒരു ട്രെൻഡ് ഉണ്ടാക്കി, അവിടെ സൂപ്പർ ബൈക്സിന്റെ ട്രെൻഡ് ഉണ്ടാക്കി, കൂടുതൽ റേസേഴ്സ് വന്നു, അതിന് കുറെ പോലീസ് കേസസ് വന്നു. അങ്ങനെ ഒരു ഇമ്പാക്ട് സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള 2 ഇന്റന്റ് അത് ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ വന്നു. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ, അങ്ങനെ വന്നു. പക്ഷെ അതേ ടൈമിൽ തന്നെ അവര് ചെറിയ ചെറിയ സിനിമകളും എടുക്കുന്നുണ്ട്. ബണ്ടി ഓർ ബബ്ലി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫന എടുക്കുന്നുണ്ട്. ഫനയൊക്കെ അന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അങ്ങനെ ഒരു ക്ലൈമാക്സ് വരിക എന്ന് പറയുന്നത്. ശക്തി ഇന്ത്യ അത് അവരങ്ങനെ മൗണ്ട് ചെയ്ത പടമാണ്. അത് നോക്കണ്ട, പടം പൊട്ടിയാലും കുഴപ്പമില്ല, ഇതൊരു ഡോക്യുമെന്ററി സിനിമയാണ്, ഇത് ഡോക്യുമെന്റ് ചെയ്യപ്പെടണം എന്നുള്ള. ഡോണും യഷ്രാജ് അല്ലേ? ഡോൺ യാഷ് രാജ് ആണോ ഓർമ്മയില്ല. ആണല്ലേ? അല്ല, അതോ എക്സൽ ആണല്ലോ? എക്സൽ ആണെന്ന് അല്ല, യഷ്രാജ് യാഷ് രാജ് ആണോ, എനിക്ക് ഉറപ്പില്ല കേട്ടോ. എനിവേ അവരങ്ങനത്തെ അതുപോലെ പുതിയ പുതിയ ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നു, പുതിയ ക്രൂവിനെ കൊണ്ടുവരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഡൗൺ ആവുമ്പോൾ അഭിനവനാഥ ജോഡി പോലൊരു സിനിമ കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യണം. അത് ഭയങ്കര ബ്രില്യന്റ് ആണ്. അത് ഏത് സമയത്ത് ഇറങ്ങി, അത് ആദിത്യ ചോപ്രയുടെ ആ ബ്രില്യൻസ് ഭയങ്കര ബ്രില്യന്റ് ആണ്. റോക്കറ്റ് സിംഗ് പോലൊരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. റോക്കറ്റ് സിംഗ് ഒന്നും ആരും കണ്ടിട്ടില്ല. അത് ഈ പറഞ്ഞ ശക്തി ഇന്ത്യ എടുത്ത ആളുടെ അതൊക്കെ ആരെയും കണ്ടിട്ടുണ്ടോ? അതെ. പിന്നെ എഗ്ദ ടൈഗർ വന്നതിന് ശേഷമാണ് ഓക്കെ ഫൈൻ, നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചു നോക്കാം എന്നുള്ള ഒരു വന്നത്. അതുവരെ അവര് അങ്ങനെ കിൽദിലൊക്കെ ചെയ്ത ആളുകളാണ്. പിന്നെ കിൽദില്, ഡിറ്റക്റ്റീവ് ബ്യോംകേഷ്, ഫാൻ, കുറേ സിനിമകൾ അങ്ങനെ അവർ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇപ്പത്തെ മാർക്കറ്റിൽ അവർക്ക് അത്രയും, പിന്നെ എല്ലാവർക്കും പ്രായമായില്ലേ. ആദിത്യ ചോപ്രയുടെ ആ ഒരു പ്രായം കഴിഞ്ഞല്ലോ. അന്നെന്ന് പറഞ്ഞാൽ ഈ YRF പൊട്ടി നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോ ആരും വേണ്ട, ഞാൻ തന്നെ ഒരു പടം ഡയറക്ട് ചെയ്ത് കമ്പനിയെ വിജയിപ്പിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയ പടമാണ് അഭിനവനാഥ ജോഡി. എടാ ഷാറൂഖ് നിങ്ങൾ വന്നേടാ നമുക്കൊരു പടം എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതും ബോംബൈ അറ്റാക്കിന്റെ ടൈമില്, ഇത് താജിന്റെ അറ്റാക്കിന്റെ ടൈമിൽ. ആ സെൻസിബിലിറ്റി ഇല്ലേ, ഇനിയിപ്പോ ആരുടെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് പറയണ കോൺഫിഡൻസ് അത് ചെറുതല്ല. ഞാൻ തന്നെ പിടിച്ച് ഹിറ്റാക്കണം എന്നൊക്കെ പറഞ്ഞ പക്ഷെ എനിക്ക് ആ പടം ഇഷ്ടമല്ല കേട്ടോ. അതെ, ഇഷ്ടമില്ലാത്ത കുറെ പേരുണ്ട്. പക്ഷെ അത് ഗംഭീര സിനിമ, എനിക്കിഷ്ടമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള നല്ല പാട്ടുള്ള. പക്ഷെ ഞാൻ പറയണ റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിനെ കുറച്ച് നല്ലപോലെ പ്രസന്റ് ചെയ്തിട്ടുള്ള പടം അതാണ്. ഈവൻ അത് പോട്ടെ, അത് വേറെ സബ്ജക്ട്. റെഡ് ചില്ലീസ് നല്ല കമ്പനി ആയിരുന്നു.
ഇപ്പോഴും ഓംശാന്തി ടെക്നിക്കലി ഓം അവർ ഇപ്പോഴും നല്ല നല്ലത്. കമ്പനിയാണ്. ബെസ്റ്റ് VFX ഇൻ ഇന്ത്യ. ബെസ്റ്റ് VFX ടെക്നിക്കലി in അവർ India. ഇച്ചിരി ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബെസ്റ്റ് ഒരു കളറിസ്റ്റ് സംഭവം. ഇൻ ഇന്ത്യ. കളറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് കളർ ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്. അതുപോലെ ആക്ച്വലി ഓംശാന്തി ഓം പോലൊരു ഒരു സീനിലെ പോലെ റിയലിസ്റ്റിക് അല്ലാത്ത ഒരു സിനിമ എടുത്ത സിനിമയാണ്, വേറൊന്നുണ്ടായിരുന്നു. കമ്പനിയാണ്. മറ്റേ സാലിമ പാട്ടുള്ള ഷാറുഖ് ഖാന്റെ പടം റൈസ് ആ റൈസ് റൈസ്. ഫുൾ VFX ഫുൾ ഓൺ. അപ്പൊ അങ്ങനത്തെ ആണോ? കമ്പനീസ് ആ ഉണ്ടായിരുന്നു. ഞാൻ അറിയില്ല കണ്ടിട്ടുണ്ട്. അതാണ് ഹോളിവുഡ് ലെവലുള്ള VFX ആണ്. അതിനകത്ത് രാവണൻ ഹൈ തമോശൻ ഏത് രാവണൻ തമോശൻ രാവൺ ആ അതെ. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനീസ് ഇപ്പൊ അവര് കുറച്ചുകൂടെ ബ്രേക്ക് ചെയ്ത് തുടങ്ങി. നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് ബോളിവുഡ് പറയണ പോലെ ധർമ്മയൊക്കെ ഹോളിവുഡിനെ ബ്രേക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഹോം ബൗണ്ട് എന്ന് പറയുന്ന അവരുടെ ഇപ്പൊ ഇറങ്ങിയ സിനിമ, ജാൻവി കപൂർ കുറച്ചുപേരുണ്ടായിരുന്ന സിനിമ, മാർട്ടിൻ സ്കോർസീസ് ആണ് എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അത് എന്നിട്ട് സ്ക്രീൻ ചെയ്യുന്നുള്ളൂ. മാർട്ടി അതിനകത്ത് സ്ക്രിപ്റ്റിൽ ഇരുന്നിട്ടുണ്ട്. മാർട്ടി തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് മാർട്ടി അത് പുറത്ത് ചെയ്യുന്നുണ്ട്. അതൊരു കരൺ ജോഹാറിന് ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. കാരണം മാർട്ടി കരൺ അത്ര ജോഹാർ ആക്സസിബിൾ ആണ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോഴും അത് ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നത്. പുള്ളി എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. പുള്ളിക്ക് എന്തോ ഒരു പുള്ളിയിൽ മാത്രമേ എനിക്കൊരു ഹോപ്പ് ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ അതെ, പറയും ഇത് കരൺ ജോഹാറിന്റെ പടങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ പുള്ളി ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട്. പുള്ളി ഒരുപാട് ഇപ്പോഴും എടുത്തു. എടുക്കുന്നുണ്ട്. ഏജവാനി ഹേതുവാനി അന്ന് ഭയങ്കര അത്രയും നല്ല പ്രൊഡക്ഷനാണ് ഏജവാനി ഹേതുവാനി. അതൊരു ബെഞ്ച് മാർക്ക് ആയില്ല. അല്ല അല്ല ജോസൻ ചേട്ടൻ നമ്മൾ എനിക്കിഷ്ടമല്ല. ചിന്തിക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞൊരു ഓഡിയൻസോ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഒരു 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 എന്താ പറയാ, ഇപ്പൊ ഓണത്തിനോ വിഷുവിനോ ഒരു വിജയുടെ പടം ഇറങ്ങുന്ന ഒരു തമിഴ് ഇൻഡസ്ട്രിയുടെ കാര്യം ആലോചിച്ചു. അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെയാണ് ഒരു ഹിന്ദി ഓഡിയൻസ്. അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് കാണാനും കൂടാനും പോണം. അവർക്ക് ഫെസ്റ്റീവ് ആയിരിക്കണം, കളർഫുൾ ആയിരിക്കണം. അതിനകത്തൊരു സ്റ്റോറി അതാണ് നമ്മള് അല്ല, നമ്മള് ജോസിന്റെ പ്രിവിലേജസ് ആണ്. അല്ലെങ്കിൽ എനിക്കും ആ പ്രിവിലേജ് ഉണ്ടായിരുന്നതാണ്. ഞാൻ ഇതിന്റെ അറ്റം എന്താണ്, തർക്കോസ്കി സിനിമയാണ് ഏറ്റവും നല്ല സിനിമ എന്നൊക്കെ പറയുന്ന ആളാണ്. ക്രിക്കറ്റൊക്കെയാണ് അതിന് പീക്കാണെന്ന് പറഞ്ഞിരുന്ന ആളാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ചെന്നൈയിലൊരു ഇത് വരുമ്പോ, ഒരു വിജയ് പടം വരുമ്പോ, മധുരയിൽ തിരുനെൽവേലിയിൽ നിന്നും ഒക്കെ ദീപാവലിക്ക് വണ്ടിയും വള്ളവും പിടിച്ച് ആളുകൾ കഷ്ടപ്പെട്ടെത്തും. അവരുടെ ഒരു ഡേ ആണത്. ആ ഡേയിൽ ഞാൻ കൊണ്ട് തർക്കോസ്കി സിനിമ കാണിച്ചു കഴിഞ്ഞാൽ അതെ. അത് അൺഫെയർ ആണ്. അല്ല, അത് എനിക്ക് വിജയുടെ പരിപാടിയൊക്കെ ഇഷ്ടം. ഞാൻ പറഞ്ഞ എനിക്ക് ഈ കരൺ ജോഹർ ഇങ്ങനത്തെ ഇവരുടെ അല്ല, ഇത് ഹോളിവുഡിന്റെ റെസിപ്രൊക്കേഷൻ ആണ്. പിന്നെ അവർ പ്രിറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. അതായത് അവർ പ്രിവിലേജ്ഡ് ആയിട്ട് വളർന്ന ആളുകളാണ്. അവർക്ക് പ്രിവിലേജ്ഡ് ക്ലാസിന്റെ സിനിമയെ കാണിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും പുള്ളി ഹോം ബൗണ്ട് എടുക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സോയ കള്ളി പോയി ചെയ്തപ്പോഴാണ് അയ്യോ വേണ്ടായിരുന്നു മോളെ സാധനം വന്നത്. ഒരു ഷിപ്പിൽ ഇവര് ഹോളിഡേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം, അതാണ് പ്രശ്നം. അതേ കണ്ടിട്ടില്ല. നമ്മുടെ ദിൽ ചാത്താ ഹൈ ബ്രില്യൻ സിനിമയല്ലേ, പ്രൊഡക്ഷൻ എല്ലാം കൊണ്ടും. ഒരു വർഷം മുന്നേ പ്രീ കഴിഞ്ഞു. അല്ല, അത് ഫർഹാൻ അക്തറാണ്. ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞ പോയിന്റ്, പ്രിവിലേജ്ഡ് ക്ലാസ് അവരുടെ കാര്യം കാണിക്കും. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ പുള്ളി അത്രയും കാശിൽ വളർന്ന ആളാണ്. അപ്പൊ UK സെന്റിയോറിറ്റി അത് വിളിച്ച് നടക്കുന്ന കാര്യം പുള്ളിക്ക് അതല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. അതിനെ പ്രിറ്റൻഡ് ചെയ്ത് പാവങ്ങളുടെ കാര്യം പറയാൻ പോകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അത് ഇവിടെ തന്നെ അങ്ങനത്തെ ഷീറ്റ് ഫിലിംസ് ഉണ്ടായിട്ടുണ്ട്. അതാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഇച്ചിരി നല്ലതെന്ന് പറയുമ്പോ നമ്മള് പഴയത് പലതും മറന്നിട്ടാ പറയുന്നത്. അല്ല, ഇവിടുത്തെ പഴയ ഫിലിമിന്റെ മലയാളം വേറൊരു ഫിലിം ഇൻഡസ്ട്രി ആയിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. വലിയ ഫിലിം ഇൻഡസ്ട്രി ആയിരുന്നു. ഇപ്പോഴാണ് ലോ എല്ലാ ഇതിലും. അതായത് ഇപ്പൊ ഇന്റർനാഷണൽ പ്രൊഡക്ഷൻസ് നടന്നിരുന്ന സ്ഥലമാണ്. അത് ഇന്ത്യയിൽ പോലും ഒന്നും സിനിമകൾ വന്നിട്ടില്ല ഇന്റർനാഷണൽ പ്രൊഡക്ഷൻ. അതുപോലെ ബാഗ് ചെയ്ത ഓസ്കാർ ഒന്നും അല്ല ഞാൻ പറയുന്നത്, ഒരു അൺസർട്ടൻ റിക്കാർഡ്സും. ഇപ്പൊ നമ്മൾ ഗ്രാൻഡ് പ്രീ മറ്റേ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. അതിന് മുന്നേ നമ്മൾ ബാഗ് ചെയ്തിട്ടുള്ള അവാർഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ G.A. രവിന്ദ്രൻ സാറിന്റെ സിനിമകളും ഒക്കെ ഇവിടെ ബാഗ് ചെയ്തിട്ടുള്ള അവാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ല. അവര് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവര്
ബ്രേക്ക് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ഒന്നും വെച്ച് നോക്കുമ്പോൾ അതിന്റെ ലെഗസിയിലാണ് ഇപ്പോഴും മലയാള സിനിമ നിൽക്കണം വേൾഡ് സിനിമയുടെ ഒപ്റ്റിക്സിൽ. ഫ്രഞ്ച് സിനിമയ്ക്ക് ഇന്നും ഇവിടെ. അപ്പൊ അവരെന്നിട്ട് അത് ബാക്കിലേക്ക് പോയപ്പോഴും ബോളിവുഡ് സിനിമയില് അന്ന് ഒരു മലയാള സിനിമ ഇല്ലാത്ത സമയത്ത് ബോളിവുഡ് സിനിമയിലാണ് അവര് ഇത് ചെയ്തത്. അന്നും ലഞ്ച് ബോക്സേ ഉള്ളൂ നല്ലൊരു സിനിമ. അന്ന് ഇവിടെ ഒരു നല്ല മലയാള സിനിമയില്ല. അന്ന് എല്ലാരും ബോളിവുഡിനെ ഉറ്റുനോക്കി ഇർഫാൻ ഖാനെ പോലുള്ളതും ഫോറിൻ പ്രൊഡക്ഷൻസും വരുന്നു എന്ന് പറയുന്ന പരിപാടിയിലേക്ക് എത്തി. പിന്നെ അത് കഴിഞ്ഞ് ഇവിടുത്തെ പോപ്പുലർ സിനിമയിലായാലും നവോദയ പോലൊരു പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ലെജൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്തതാണ്. ഇവിടെ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ എനിക്ക് വണ്ടിയുണ്ട്, എനിക്ക് ഏത് റെസ്റ്റോറന്റിൽ പോയാലും ഞാൻ ബില്ല് അവരെ കൊടുത്താൽ മതി. ഇപ്പൊ ഷമീത്തിലങ്ങനെ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു, താഴ്വാരത്തിന് ഡബിന് പോകുമ്പോ വീക്കെൻഡ് മാലിനോ ആരാണ് അതിന്റെ പക്ഷം. അപ്പൊ ഡബിന് പോകുമ്പോ പുള്ളിക്ക് ചെന്നൈയിൽ ഇറങ്ങിയിട്ട് വണ്ടിയില്ല. ഭരതനെ വിളിച്ച് തെറി വിളിച്ചിട്ട് പുള്ളിയുടെ ചെലവില് AC റൂമൊക്കെ എടുത്ത്, അത് പുള്ളിക്ക് കൊടുത്ത റൂം ഒരു ചെറിയ സെല്ലാറുള്ള റൂമാണ്. പുള്ളി വന്നിട്ട് പുള്ളിക്ക് പറ്റുള്ള, കാരണം പുള്ളി നവോദയയുടെ സ്റ്റാഫായിരുന്നു കുറെ കാലങ്ങളായിട്ട്. അത് കഴിഞ്ഞിട്ട് നവോദയ എങ്ങനെയാന്ന് പറഞ്ഞാൽ വണ്ടി വരും, വണ്ടി വിളിച്ചോണ്ട് വന്ന് AC റൂം വരുന്നു, ഇങ്ങനെയാണ്. പുള്ളി ചെന്നൈ ഇറങ്ങിയിട്ട് തന്നില്ല. പുള്ളി എന്നിട്ട് ടാക്സി വിളിച്ച് പുള്ളി ഒരു AC റൂമൊക്കെ എടുത്ത് അവിടുത്തെ ഇതൊക്കെ എടുത്തിട്ട് നവോദയയിൽ ഒരു വെളിയിൽ വിളിച്ച്, അപ്പച്ച മക്കളെ ഞാൻ ഇവിടെ എങ്ങനെയാണ് മറ്റേ ഇങ്ങനെ പടത്തിന് ഡബിന് വന്നിരുന്നു, ഇത്ര പോലും പറഞ്ഞില്ല, ഇതിന്റെയൊക്കെ ഒന്ന് ഹോട്ടലിലെ ചെലവുകൾ നോക്കിയേക്കാവോ? നോക്കിയേക്കാൻ പറ്റും, അത് ബില്ലിങ്ങിൽ കൊടുത്താൽ മതി. അടുത്ത തിരിച്ചു പോകാനുള്ള ടാക്സി വരെ അവർ ഓക്കെ ചെയ്തു, ഒരു ദിവസത്തെ സ്റ്റേ. ഈ നവോദയക്ക് വേണ്ടിയിട്ടേ അല്ല, അങ്ങനെ ഇത് ചെയ്ത. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്തിട്ട് താഴ്വാരത്തിന്റെ ഔട്ട് കണ്ടപ്പോഴാണ് പുള്ളി താഴ്വാരത്തിന് ഡബ് ചെയ്തത്. അതുവരെ പുള്ളി ഡബ് ചെയ്യുന്നില്ല. അവിടുത്തെ 3 ദിവസത്തെ ചെലവ് വരെ, എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് 3 ദിവസത്തെ ചെലവ് നോക്കിയത് നവോദയാണ്. വേറൊരു പ്രൊഡക്ഷനാണ് അത്, വേറൊരു പടമാണ്. അത് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ഇവിടെ ഉണ്ടായിരുന്നു. അവര് 1 മുതൽ 0 വരെ എടുത്തിട്ടുണ്ട്, പടയോട്ടം എടുത്തിട്ടുണ്ട്. ഒരു പടത്തിന്റെ ബ്രേക്കില് സിനിമ എടുത്തു പോകണമെങ്കിൽ നിങ്ങൾ എന്താ സിനിമ എടുക്കാതിരിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സിനിമകളുണ്ട്. അവിടുത്തെ ADസിനൊക്കെ നിങ്ങൾ എന്താ സിനിമ എടുക്കാത്തത്, നിങ്ങൾ പിച്ച് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. സ്റ്റീരിയോഫോണിക് 16 സ്റ്റീരിയോഫോണിക്കൊക്കെ അന്ന് സൗണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഫിലിംസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവര്. 70mm ഇന്നും മലയാള സിനിമ 70mm ചെയ്തിട്ടുള്ള, അന്ന് 70mm ചെയ്തിട്ടുണ്ട്, അന്ന് 3D ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല പല ഇൻഡസ്ട്രിയിലും ചെയ്തിട്ടില്ല 70mm. ഇല്ല, ഇന്ത്യയിൽ എത്ര ഇതിൽ ചെയ്തിട്ടുണ്ട്? ഷോലി രമേശ് സിപ്പി ചെയ്തിട്ടുണ്ട്, വേറെ ആര് ചെയ്തിട്ടുണ്ട്? അപ്പൊ ആ വില്ലേജിൽ നിന്ന സിനിമയാണ്. അവരെ വന്നിട്ടാണ് ഇപ്പൊ വന്നിട്ട് പാൻ ഇന്ത്യ തേങ്ങ എന്നൊക്കെ പറയണം. പാൻ ഇന്റർനാഷണൽ ആയിരുന്നു. അതായത് പിജാത്തന്റെ പ്രൊജക്ഷനിസ്റ്റ് ആയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ലോകം സഞ്ചരിച്ച ആള് ആ സമയത്ത്. അതായത് ഇത് പ്രൊജക്ഷൻ ചെയ്യാൻ പാടായതുകൊണ്ട് ഈ ഒരു പ്രൊജക്ഷനിസ്റ്റേ ഉള്ളൂ. ഈ പുള്ളി പോയിന്റ് ടു പോയിന്റ് ഓർഡർ, ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് എടുക്കണം, എന്നിട്ട് പിന്നെ ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് എടുക്കണം. ഈവൻ അന്നത്തെ ഫ്ലൈറ്റ് യാത്രകൾ ജിജോ 3D എങ്ങനെ ഇവിടെ ഇത് ചെയ്യണ്ടേന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യണ്ടേന്ന് നടത്തിയ ഫ്ലൈറ്റ് യാത്രകളുടെ കാശ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 2-3 മലയാള സിനിമ അന്ന് എടുക്കാം. മനസ്സിലായി? അത്രയും നല്ലൊരു ഇൻഡസ്ട്രി ആയിരുന്നു. ഇവിടെ വന്നിട്ട് മറ്റേ പാൻ ഇന്ത്യനായി അതിലൊന്നും ഒരു കാര്യമില്ല. ഉള്ള കാര്യം പറയാലോ, അതൊന്നും വലിയ കാര്യമില്ല. നമുക്ക് ഏതായാലും അങ്ങനത്തെ കൂടുതൽ പാൻ ഇന്ത്യൻ അങ്ങനത്തെ ചർച്ചകളൊക്കെ ആയിട്ട് ഇതിനിപ്പോ ഒരു പാർട്ട് 2 ഞങ്ങളിപ്പോ തുടങ്ങുന്നതിന് മുമ്പേ പറയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പോവും ഒരു 2 മണിക്കൂർ. ഇപ്പൊ പയ്യൻ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നിർത്താൻ തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഇപ്പം സമയത്തിന്റെ പരിമിതികളൊക്കെ ഉള്ളത് കാരണം നമുക്ക് പതിയെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാച്ചാൽ ഇത് വീണ്ടും വരുന്നതായിരിക്കും പൂർവാധികം ശക്തിയോടെ. കാരണം ഇത് കൊള്ളാം, രസമുണ്ട് ഡിസ്കഷൻ. കാരണം എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റിയെങ്കിൽ നല്ല രസമുള്ള ഡിസ്കഷൻ അത് ഞാൻ വിശ്വസിക്കുന്നു. മറ്റേ ഒരു ഹെയ്റ്റ് ലെറ്റർ ടു മലയാളം സിനിമ അതെ. അടുത്തത് എന്തിപ്പം ആസ് യൂഷ്വൽ നമ്മള് DSRയിലാണ് തുടങ്ങിയതെന്ന് ഞാനിപ്പോ കുറച്ച് മുമ്പ് ഞാൻ 2 മിനിറ്റ് മുന്നേ ആലോചിക്കാം നമ്മുടെ ടോപ്പിക് എന്നായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോരാ, DSRA. അപ്പൊ DSRയെ പറ്റി നമ്മൾ സംസാരിച്ചു. പോരാത്തതിന് അത് കാരണം അതിന് കണക്റ്റഡ് ആയിട്ടാണ് അത് ബാക്കിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ സംസാരിച്ചത്. ഏതായാലും നമുക്ക് ഈ ഒരു ഡിസ്കഷൻ ഇനിയും വരും. നമുക്ക് നല്ലൊരു അടുത്തൊരു ഡിസ്കഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്
അതില് അടുത്ത തവണ കാണാം. ഏതായാലും നമുക്ക് എന്ത് നല്ല നടക്കാത്ത സ്വപ്നത്തിന്റെ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ലിറ്ററലി. എല്ലാവരും അതെ താങ്ക്സ്. ശരി ശരി. ബൈ ബൈ.